السلام عليكم ورحمة الله وبركاته. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الحمد لله رب العالمين والصلاة والسلام على رحمته العالمين وعلى آله وصحبه أجمعين. إن أريد إلا الإصلاح ما استطعت وما توفيقي إلا بالله عليه توكلت وإليه أنيب. حصنت نفسي بالحي القيوم الذي لا يموت أبدا ودفعت عني السوء بألف ألف لا حول ولا قوة إلا بالله العلي العظيم. ولا حول ولا قوة إلا بالله العلي العظيم. ولا حول ولا قوة إلا بالله العلي العظيم. أنت أم أم أبو فدي أنت أم أم أبو ما رأينا فيهما مثل حسنك قهت يا سيدي خير النبي. الصلاة والسلام على الرسول الشفيع المبتهي والحبيب العربي. أنت منجي غدا من شفاعتك الصفا من لنا مثلك يا سيدي خير النبي. الصلاة والسلام على الرسول الشفيع المبتهي والحبيب العربي. ارتكبت على الخطا غير حصر وعدد لك أشكو فيه يا سيدي خير النبي. الصلاة والسلام على الرسول الشفيع المبتهي والحبيب العربي. മുഅ്മിനീങ്ങളെ, മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിച്ചതനുസരിച്ച് ലോകത്തെ ആദ്യത്തെ വിവാഹം നടന്നത് സ്വർഗത്തിൽ വെച്ചാണ്. ഇനി അവസാനത്തെ വിവാഹം നടക്കാനുള്ളതും സ്വർഗത്തിൽ വെച്ചാണ്. കുടുംബം എന്ന് പറയുന്നത് സ്വർഗത്തിൽ നിന്ന് ആരംഭിച്ച് സ്വർഗത്തിൽ അവസാനിക്കുന്ന പരിപാടിയാണ്. സയ്യിദുന ആദം അലൈഹിസ്സലാം ഹവ്വാ ബീവി റളിയല്ലാഹു അൻഹയെ സ്വർഗത്തിൽ വെച്ച് വിവാഹം ചെയ്തുകൊണ്ടാണ് കുടുംബജീവിതത്തിന് ആരംഭം കുറിച്ചത്. ബഹുമാനപ്പെട്ട ഇബ്നു കസീർ റഹ്മത്തുള്ളാഹി അലൈഹി തന്റെ അൽ ബിദായത്തു വൻ നിഹായയിൽ സ്വർഗത്തിലെ കല്യാണത്തെക്കുറിച്ച് വിശദമായി പറഞ്ഞു. ഇലകളെ കൊണ്ടായിരുന്നു അവിടെ പന്തൽ നിർമ്മിച്ചത്. ഇലകളെ കൊണ്ട് നിർമ്മിച്ച പന്തൽ വളരെ വിശാലമായിരുന്നു. ഒരു ഇല തന്നെ ആകാശഭൂമിയോളം വലിപ്പമുണ്ടായിരുന്നു. അത്രയും വിശാലമായ പന്തലിൽ അംലാക്കുകൾ നിറഞ്ഞ സദസ്സിൽ വെച്ച് സയ്യിദുന അബുൽ ബഷർ ആദം അലൈഹിസ്സലാം എന്ന നമ്മുടെ വല്യാപ്പ, ഹവ്വാ ബീവി റളിയല്ലാഹു അൻഹ എന്ന നമ്മുടെ വല്യമ്മയെ വിവാഹം ചെയ്തുകൊണ്ട് ആരംഭിച്ചു. അവർ സൗദി അറേബ്യയിലെ ജിദ്ദ എന്ന് പറയുന്ന സ്ഥലത്ത് വെച്ചായിരുന്നു എന്ന് ചരിത്രത്തിൽ കാണാം. ആദം നബി അലൈഹിസ്സലാം വന്നിറങ്ങിയത് ശ്രീലങ്കയിലെ ദജ്ന എന്ന് പറയുന്ന സ്ഥലത്താണ്. ദജ്നയിൽ നിന്ന് ആദം നബി അലൈഹിസ്സലാം നമ്മുടെ ഉമ്മയായ ഹവ്വാ ബീവിയെ അന്വേഷിച്ചുകൊണ്ട് നടന്ന് അവർ തമ്മിൽ കണ്ടുമുട്ടിയത് അറഫയിൽ വെച്ചായിരുന്നു എന്നും
അങ്ങനെ അവർ തമ്മിൽ ജിബ്രീൽ അലൈഹിസ്സലാം പഠിപ്പിച്ചതനുസരിച്ച് വീട് കൂടിയത് ജിദ്ദയിൽ വെച്ചായിരുന്നു എന്നും ചരിത്രത്തിൽ കാണാം. അങ്ങനെ തുടങ്ങി. അവസാനത്തെ നിക്കാഹും അവസാനത്തെ വിവാഹവും സ്വർഗത്തിൽ വെച്ചാണ്. ത്വാഹ തങ്ങളെ തൃക്കല്യാണത്തിന് തോരണങ്ങളെ തൂക്കുമ്പോൾ തന്നിന്നം പാടി താളത്തിൽ ആടും മേളത്തിൽ എന്നെ ചേർക്കല്ലാന്ന് പാടിയൊക്കെ ലാ ഇലാഹ ഇല്ലല്ലാഹു ലാ ഇലാഹ ഇല്ലല്ലാഹ് ലാ ഇലാഹ ഇല്ലല്ലാഹു മുഹമ്മദ് റസൂലുള്ളാഹ്. ആദ്യത്തേതും ഒരു വലിയ സംഭവമാണ്. അവസാനത്തേത് അതിനേക്കാൾ വിപുലമായ ഒരു മഹത്തായ സംഭവമായിരിക്കും. അള്ളാഹു തൗഫീഖ് നൽകട്ടെ. ജന്നാത്തുൽ ഫിർദൗസിൽ വെച്ച് പുണ്യനബിയുടെ കല്യാണത്തിൽ പങ്കുചേരാൻ അള്ളാഹു നമുക്ക് ഭാഗ്യം നൽകട്ടെ. ചരിത്രത്തിൽ അറിയപ്പെടുന്ന ഒരുപാട് നിക്കാഹുകൾ നടന്നു. യൂസുഫ് നബി അലൈഹിസ്സലാം സുലൈഖ ബീവിയെ വിവാഹം ചെയ്തു. ആദം നബി ഹവ്വ ബീവിയെ വിവാഹം ചെയ്തത് സ്വർഗത്തിൽ വെച്ച് വെള്ളിയാഴ്ചയായിരുന്നു. സുലൈഖ ബീവിയെ യൂസുഫ് നബി അലൈഹിസ്സലാം വിവാഹം ചെയ്തത് വെള്ളിയാഴ്ചയായിരുന്നു. ബിൽക്കീസ് രാജ്ഞിയെ സുലൈമാൻ നബി അലൈഹിസ്സലാം കല്യാണം കഴിച്ചത് വെള്ളിയാഴ്ച രാവിലെയായിരുന്നു. പുണ്യനബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഖദീജ ബീവി റളിയല്ലാഹു അൻഹയെ വിവാഹം ചെയ്തത് വെള്ളിയാഴ്ചയിലായിരുന്നു. അല്ലാഹുവിന്റെ റസൂല് തന്റെ പുന്നാരമോൾ ഫാത്തിമ ബീവിയെ അലി റളിയല്ലാഹു അൻഹുവിന് വിവാഹം ചെയ്തു കൊടുത്തത് വെള്ളിയാഴ്ചയായിരുന്നു. അബ്ദുല്ലാഹി ഇബ്നു മുബാറക് റളിയല്ലാഹു അൻഹു അവിടുത്തെ സഹധർമ്മിണിയെ വിവാഹം കഴിച്ചത് വെള്ളിയാഴ്ച രാവിലായിരുന്നു. ഗൗസുൽ ആലമിന്റെ പിതാവായ അബൂ സാലിഹ് റഹ്മത്തുള്ളാഹി അലൈഹി അവിടുത്തെ ഉമ്മയായ ഫാത്തിമയെ വിവാഹം ചെയ്തത് വെള്ളിയാഴ്ച രാവിലെയായിരുന്നു. ഏറ്റവും കൂടുതൽ പ്രകാശത്തിന്റെ സാന്നിധ്യമുള്ള ദിവസമാണ് വെള്ളിയാഴ്ച. കുടുംബം എന്ന് പറയുന്നത് സ്വർഗത്തിൽ നിന്ന് തുടങ്ങി സ്വർഗത്തിൽ അവസാനിക്കാനുള്ളതാണ്. അതുകൊണ്ട് വിശുദ്ധ ഖുർആൻ പറഞ്ഞു, ഖൂ അൻഫുസകും വഅഹ്ലീകും നാറാ വഖൂദുഹാ അന്നാസു വൽ ഹിജാറ. ഖൂ അൻഫുസകും വഅഹ്ലീകും നാറാ, നിങ്ങൾ നിങ്ങളുടെ സ്വന്തം ശരീരത്തെയും നിങ്ങളുടെ ബന്ധുക്കളുടെ ശരീരത്തെയും നരകത്തിൽ നിന്ന് കാക്കണേ. അഹ്ല് എന്ന് പറഞ്ഞാൽ അതിൽ ഒന്നാമതായി വരുന്നത് ഭാര്യയാണ്, രണ്ടാമതായേ മക്കൾ വരുള്ളൂ. അപ്പോ ഭാര്യയുടെ ശരീരത്തെയും ഭർത്താവിന്റെ ശരീരത്തെയും നരകത്തെ തൊട്ടു കാക്കണേ എന്നാണ് ആ വാക്കിനർത്ഥം. ഒരു നിസ്കാരം ഖളാ ആയാൽ മഹ്ശറയിൽ വെച്ച് ഭാര്യയും ഭർത്താവും പിരിഞ്ഞിരിക്കേണ്ട കാലം 50,000 കൊല്ലമാണെന്ന് ശഫീഉനാ റസൂലുള്ളാഹി. ഒരു നിസ്കാരത്തിന് 50,000 കൊല്ലം മഹ്ശറെന്ന് ഭാര്യയും ഭർത്താവും കാണാൻ കഴിയില്ല. 2 കൊല്ലം വിദേശത്ത് വന്നിട്ട് ഭാര്യയെ കാണാതെ വിഷമിക്കുന്ന നമ്മൾ ഒരു നിസ്കാരത്തിന് വേണ്ടി 50,000 കൊല്ലം ഭാര്യയെ കാണാതിരിക്കേണ്ടി വരും മഹ്ശറയിൽ. അവിടെയാണ് ഭർത്താവിന്റെ നിസ്കാരം പോകുമ്പോ ഭാര്യക്കും ഭാര്യയുടെ നിസ്കാരം നഷ്ടപ്പെടുമ്പോ ഭർത്താവിനും സങ്കടം വരേണ്ടത്. ഇബ്രാഹിം നബി അലൈഹിസ്സലാം ദുആ ചെയ്തു, റബ്ബനാ ഹബ് ലനാ മിൻ അസ്വാജിനാ വദുർരിയാതിനാ ഖുർറത അയുനിൻ വജ്അൽനാ ലിൽ മുത്തഖീന ഇമാമാ. റബ്ബനാ, ഞങ്ങളുടെ റബ്ബേ, ഹബ് ലനാ, ഞങ്ങൾക്ക് നീ നൽകണമേ, മിൻ അസ്വാജിന, ഞങ്ങളുടെ ഭാര്യമാരിൽ നിന്ന്, ഞങ്ങളുടെ ഇണകളിൽ നിന്ന്, ഭർത്താക്കന്മാരിൽ നിന്ന്, വദുർരിയാതിന, ഞങ്ങളുടെ സന്താനങ്ങളിൽ നിന്നും, ഖുർറത അയുനിൻ, കണ്ണിൽ കുളിർമ നൽകണമേ, വജ്അൽനാ ലിൽ മുത്തഖീന ഇമാമ. ബഹുമാനപ്പെട്ട ഇമാം ഫഖ്റുദ്ദീൻ റാസി റളിയല്ലാഹു അൻഹു ഈ ആയത്തിന് തഫ്സീർ ചെയ്യുന്ന ഭാഗത്തൊരു കാര്യം പറഞ്ഞു. ഭാര്യ സന്താനങ്ങളിൽ നിന്നുള്ള കണ്ണിന്റെ കുളിർമ എന്നാൽ എന്താണ്?
നീ വീട്ടിലേക്ക് ചെല്ലുമ്പോ നിന്റെ ഭാര്യ നിസ്കരിക്കുന്നതായി, നിന്റെ ഭാര്യ നോമ്പനുഷ്ഠിക്കുന്നതായി, അവൾ ഖുർആൻ ഓതുന്നതായി കണ്ണുകൊണ്ട് നീ കാണലാണ് ഭാര്യ സന്താനങ്ങളിൽ നിന്നുള്ള കണ്ണിന്റെ കുളിർമയെന്ന് ഇമാം ഫഖ്റുദ്ദീൻ റാസി റളിയല്ലാഹു അൻഹു തന്റെ തഫ്സീറിൽ രേഖപ്പെടുത്തിയിരിക്കുന്നു. ഒരു ഭാര്യയ്ക്ക് ഒരു ഭർത്താവിൽ നിന്ന് ലഭിക്കുന്ന സന്തോഷം എന്ന് പറയുന്നത് ഭർത്താവ് ഇബാദത്ത് ചെയ്യുന്നതായി ഈ ഭാര്യ കാണലാകുന്നു. ഇല്ലെങ്കിൽ അവർക്ക് കിട്ടുന്ന വീടിന്റെ പേരാണ് നരകം. നരകം ശരിക്കും അല്ലാഹു തആല ഞമ്മക്ക് വേണ്ടി ഉണ്ടാക്കിയതല്ല, നമുക്കുണ്ടാക്കിയതല്ല. നമുക്ക് വേണ്ടി അല്ലാഹു ഉണ്ടാക്കിയത് സ്വർഗമാണ്. നരകാണ് ഞമ്മക്ക് വേണ്ടി ഉണ്ടാക്കിയത് എന്ന് നമുക്ക് തോന്നിയിട്ടുണ്ടെങ്കിൽ അതിന്റെ കാരണം ചെറുപ്പത്തിൽ ഉമ്മ നമ്മളെ നരകം പറഞ്ഞ് പേടിപ്പിച്ചതാണ്. വേണ്ടാത്ത ചെയ്യുമ്പോ ഉമ്മ പറയും, മോനെ അങ്ങനെ ചെയ്യണ്ടട്ടോ, പടച്ചോൻ നരകത്തിലിടുന്ന് പറഞ്ഞു. അപ്പൊ നമ്മളെ മനസ്സിലുള്ള പടച്ചോന് വലിയൊരു ഹലാക്കിന്റെ പഞ്ചായത്ത് കുളം പോലത്തെ ഒരു കുളം നിറയെ തീയിട്ടിട്ട് നമ്മൾ വരുന്നതും കാത്തിങ്ങനെ നിൽക്കണ പടച്ചോനായി മാറി ട്ടോ എന്ന് പറഞ്ഞിക്കുകയാണെങ്കിൽ സ്വർഗം തരുന്നവനായി നമ്മുടെ മനസ്സിൽ അള്ളാഹു മാറും. യോഗ്യതയും നഷ്ടപ്പെട്ടാൽ പിന്നെ ആ മനുഷ്യന് എന്തെങ്കിലും ഒന്ന് ചെയ്യണ്ടേ, അതിനുള്ള സംവിധാനം മാത്രമാണ് നരകം. സ്വർഗത്തേക്കുള്ള അവസാനത്തെ യോഗ്യത കിട്ടിയാൽ മതി. സ്വർഗം ആരാ ആഗ്രഹിക്കാത്തത്? എല്ലാവരും സ്വർഗം ആഗ്രഹിക്കും. സ്വർഗം ആഗ്രഹം ഉണ്ടെങ്കിൽ ആദ്യം സ്വർഗത്തിന് അപേക്ഷ കൊടുക്കണം. സ്വർഗത്തിന് അപേക്ഷ കൊടുക്കാൻ നമുക്ക് കഴിയണമെങ്കിൽ ആദ്യം നരകം എന്നത് നമുക്കൊരു പേടിയുള്ള സാധനമായി മാറണം. അപ്പോഴല്ലേ സ്വർഗത്തേക്ക് പോകേണ്ട ആവശ്യമുള്ളൂ. നരകം പേടിയുണ്ടെങ്കിലേ സ്വർഗത്തേക്ക് പോകേണ്ടുള്ളൂ. സ്വർഗത്തിന്റെ നേരെ എതിരിൽ അല്ലാഹു തആല ഒരുക്കിയ ഒരു വീടാണ് നരകം എന്ന് പറയുന്നത്. ഖുർആനിൽ നരകത്തെ പറ്റി പറയുന്നത് മാത്രം എടുത്താൽ തന്നെ പേടി ഭയങ്കര ഇക്കാരം. ഖുർആനിൽ നരകത്തെക്കുറിച്ച് പറഞ്ഞത് മാത്രം എടുത്താൽ മതി. കല്ലാ ഇദാ ദുക്കത്തിൽ അർളു ദക്കൻ ദക്കാ വജാഅ റബ്ബുക വൽ മലക്കു സഫൻ സഫാ വജീഅ യൗമഇദിൻ ബിജഹന്നമ യൗമഇദിൻ യതദക്കറുൽ ഇൻസാനു വഅന്നാ ലഹു ദിക്റാ. കോടാനുകോടി മനുഷ്യന്മാർ മഹ്ശറിൽ ഒരുമിച്ച് കൂടും. സൂചി വീണാൽ അതിന്റെ ശബ്ദം കേൾക്കുന്നത്രയും നിശബ്ദത മഹ്ശറയിൽ തളം കെട്ടും. ബഹുമാനപ്പെട്ട ശിഹാബുദ്ദീൻ സുഹ്റവർദി റളിയല്ലാഹു അൻഹു പറഞ്ഞു, മഹ്ശറയിൽ അല്ലാഹുവിന്റെ മുമ്പിൽ ചെന്നു നിൽക്കേണ്ടി വരുമല്ലോ എന്ന് ഒരു മനുഷ്യന് തന്റെ കൽബ് കൊണ്ട് കാണാൻ കഴിഞ്ഞാൽ അവന് ദുനിയാവിൽ വെച്ച് സംസാരിക്കാൻ കഴിയില്ല. അള്ളാന്റെ മുമ്പിൽ മഹ്ശറയിൽ പോയി കണ്ടിവരുമെന്ന് ഒരാൾക്ക് കൽബ് കൊണ്ട് കാണാൻ കഴിഞ്ഞാൽ അവന് ദുനിയാവിൽ വെച്ച് സംസാരിക്കാനേ കഴിയില്ലെന്ന് ശിഹാബുദ്ദീൻ സുഹ്റവർദി റളിയല്ലാഹു അൻഹു പറഞ്ഞു. നമുക്ക് വർത്താനം പറയാൻ കഴിയണത് നരകം മനസ്സിൽ വരാത്തോണ്ടാണെന്നാ. ഭീകരമാണ് നരകം. കോടാനക്കോടി മനുഷ്യന്മാര് വന്നിട്ട് സൂചി വീണാൽ കേൾക്കുന്ന നിശബ്ദത ആരംഭിച്ചാൽ ആദ്യം നടുവിലും മനുഷ്യന്മാരാക്കും. അതിന്റെ ചുറ്റുഭാഗത്തും മലക്കുകൾ സഫായി നിൽക്കും. കല്ലാ ഇദാ ദുഃഖത്തിൽ അർളു ദക്കൻ ദക്കാ. ഭൂമിയെ പൊടിപൊടിയാക്കിയാൽ ആദ്യം ഒന്ന് പൊടിച്ചിട്ട് പിന്നൊന്നും കൂടി പൊടിച്ചു. ദക്കൻ ദക്ക, പൊടി പൊടിയാക്കിയാൽ വജാഅ റബ്ബുക വൽ മലക്കു സഫൻ സഫാ. മനുഷ്യന്മാരെ നടുവിൽ നിർത്തിയിട്ട് അതിന്റെ ചുറ്റുഭാഗവും ജിന്നുകളെ നിർത്തിയിട്ട് അതിന്റെ ചുറ്റുഭാഗം രക്ഷപ്പെടാൻ കഴിയുന്നവർ രക്ഷപ്പെട്ടുകൊള്ളൂ. ഒരു ചോദ്യം ചോദിക്കുന്ന,
ലിമനിൽ മുൽക്കുൽ യൗം, ഇന്നാർക്കാണടാ രാജാധികാരമുള്ളതെന്ന് ചോദിക്കും. ഇന്നാർക്കാ അധികാരമുള്ളത്? ആരൊന്നും മുണ്ടൂല. രണ്ടാമതും അള്ളാഹു ചോദിക്കും ലിമനിൽ മുൽക്കുൽ യൗം, ആർക്കാണ് അധികാരമുള്ളത്? മുണ്ടൂല. മൂന്നാമത്തേത് ഒരു ചോദ്യവും ഒരു മറുപടിയും ഒരുമിച്ചാണ്. ലിമനിൽ മുൽക്കുൽ യൗം ലില്ലാഹിൽ വാഹിദിൽ ഖഹാർ. ചോദ്യവും മറുപടിയും അല്ലാഹുവിന്റേതാണ്. ഇന്നാർക്കാണോ അധികാരമുള്ളത്? ലില്ലാഹിൽ വാഹിദിൽ ഖഹാർ, എല്ലാം അടക്കി ഭരിക്കുന്ന അല്ലാഹുവിനല്ലാതെ ഇന്ന് അധികാരമില്ലെന്ന് അല്ലാഹു പറയും. ഇരു കൈകൾ ചെതി മൊഴിയും കാലം സാക്ഷി പറയും, കേട്ട് വിതുമ്പിക്കാരെയും. ജന്മനാ നമ്മുടെ നാവുകൾക്ക് കളവ് പറയാനുള്ള കഴിവില്ല. നമ്മൾ ജനിച്ചപ്പോ നമ്മുടെ നാവിന് സത്യം പറയാനുള്ള കഴിവേ ഉള്ളൂ. കളവ് പറയാനുള്ള കഴിവ് നമ്മൾ പിന്നീട് പഠിച്ചുണ്ടാക്കിയതാണ്. സത്യം പറയാനുള്ള കഴിവ് ജന്മനാ നമുക്കുള്ളതാണ്. സത്യം പറയാനുള്ള കഴിവ് ജന്മനാണ്ട്, കളവ് പറയാനുള്ള കഴിവ് നമ്മൾ പിന്നെ പഠിച്ചതാണ്. മശ്ശറയിൽ വെച്ചുകൊണ്ട് നാവ് കളവ് പറയില്ല, എന്നാലും ദുനിയാവിൽ വെച്ച് وتشهد أرجلهم بما كانوا يكسبون. റബ്ബേ ചതിച്ചല്ലോ എന്നെ, ഹുബ്ബേ പൊറുക്കുമോ ഇന്നേ, തേങ്ങിക്കരഞ്ഞന്ന് വിള്ളും തേട്ടം പടച്ചോനും തള്ളും. സങ്കടം വരുന്ന സമയമാണത്. അറിയാതെ കരഞ്ഞു പോകുന്ന രംഗമാണത്. കണ്ണിൽ നിന്ന് കണ്ണുനീര് വരാത്തവനായി അന്നാരും ഉണ്ടായിരിക്കില്ല, ദുനിയാവിൽ വെച്ചുകൊണ്ട് കരഞ്ഞവനൊഴികെ. ഇവിടെ വെച്ചുകൊണ്ട് കരഞ്ഞാല് അവിടുത്തെ കരച്ചിൽ ഒഴിവാക്കാം, ഇവിടെ വെച്ച് കരഞ്ഞാൽ അവിടുത്തെ കരച്ചിൽ ഒഴിവാക്കാം, ഇവിടെ സങ്കടപ്പെടാൻ കഴിഞ്ഞാൽ അവിടുത്തെ സങ്കടം ഒഴിവാക്കാം. ഇല്ലെങ്കിൽ ഇതിന് പകരം അവിടെ സങ്കടപ്പെടണം, ഇതിന് പകരമായി അവിടെ വെച്ചുകൊണ്ട് കരയണം. അങ്ങനെ അല്ലാഹു വരും, വിചാരണയ്ക്ക് വേണ്ടി ഹാജരായി. വിചാരണ കഴിഞ്ഞ് ഫരീഖും ബിൽ ജന്നതി വഫരീഖും ബിസ്സഈർ തിരിക്കപ്പെട്ടാലേ വിജയത്തിന്റെ മാർഗത്തിൽ നിൽക്കാൻ നമുക്ക് കഴിയണം. 120 വരികളായി സ്വർഗത്തേക്ക് ഇങ്ങനെ നിരന്നു നിൽക്കും. 120 വരി ഇങ്ങനെ സ്വർഗത്തേക്ക് നിൽക്കും. അതിൽ 90 വരികളും എന്റെ ഉമ്മത്തായിരിക്കുമെന്ന് ശഫീഉൽ വറ ത്വാഹ റസൂലുള്ളാഹി. 90 വരി എന്റെ ഉമ്മത്താണ്. പക്ഷേ എന്റെ ഉമ്മത്തെ ആ 90 വരിയിലെ ഏതെങ്കിലും ഒരു വരിയുടെ പിന്നിൽ നിർത്തണേ എന്ന് നിങ്ങൾ ദുആ ചെയ്യരുതേ. നിങ്ങൾ അല്ലാഹുവിനോട് സ്വർഗം ചോദിക്കുകയാണെങ്കിൽ ഫിർദൗസ് തന്നെ ചോദിക്കണേ എന്ന് പുണ്യനബി സല്ലല്ലാഹു അലൈഹി വസല്ലം. സ്വർഗത്തിലെ ഏറ്റവും ഉന്നതമായ ദർജയാണ് ഫിർദൗസ്. സ്വർഗത്തിന് 100 ദർജയാണുള്ളത്, അതിൽ ഏറ്റവും ഉന്നതമായ ദർജയുടെ പേരാണ് ഫിർദൗസ്. അള്ളാഹിനോട് ചോദിക്കുമ്പോ പഠിച്ചോനെ എങ്ങനെയും തട്ടിമുട്ടി സ്വർഗത്തിൽ എത്തിച്ചു തരണേന്ന് പറയാൻ പറ്റൂല. ചോദിക്കണത് അള്ളാഹുടല്ലേ. എന്താ മാക്സിമം ചോദിച്ചാല് ഒരു കുഴപ്പമില്ലല്ലോ. അള്ളാഹു തആലാക്ക് ഫിർദൗസിൽ സ്ഥലമെങ്കിൽ അള്ളാഹു വലിപ്പം കൂട്ടിക്കോട്ടെ, നമുക്കെന്തായി നഷ്ടമുള്ളത്? അള്ളാഹിനോടൊരു കാര്യം ചോദിക്കുമ്പോ എങ്ങനെയെങ്കിലും കഴിച്ചിലാക്കി തരണേന്ന് പറയാൻ പറ്റൂല എന്നാ ചോദിക്കണത്. അള്ളാഹിനോടല്ലേ, ഇഷ്ടം പോലെ ഉണ്ടല്ലോ. എന്താ ഇപ്പൊ നേരങ്ങത്തിൽ വലിയ രൂപത്തിൽ തന്നെ തന്നാല്? അള്ളാഹു നമുക്ക് സ്വർഗത്തിലെ എല്ലാ നിയമത്തും തരട്ടെ. ഒരു മൂലക്ക നിർത്തിയാലൊന്നും പറ്റൂല നമ്മളെ. സ്വർഗത്തിലെ എല്ലാ നിയമത്തും തരുന്ന സ്വാലിഹ്യങ്ങളിൽ അള്ളാഹു നമ്മളെ ചേർക്കട്ടെ. നരകത്തുനിന്ന് കഴിച്ചിലായി കിട്ടുക എന്നുള്ളതാണ് പ്രധാനം. നരകത്തുനിന്ന് കഴിച്ചിലായാ പിന്നെ സ്വർഗത്തേക്ക് തന്നെ ഉറപ്പാണ്. നരകത്തിൽ നിന്ന് അവസാനം രക്ഷപ്പെടുന്ന ഒരാളെ കുറിച്ച് പറയുന്നുണ്ട്.
നരകത്തുനിന്ന് കഴിച്ചിലാവാൻ കുറേ വഴികളുണ്ട്. കുറേ വഴികളുണ്ട്. ഒന്ന് ദുനിയാവിൽ നിന്ന് തന്നെ അവൻ നരകത്തിൽ നിന്ന് രക്ഷപ്പെടാനുള്ള കാര്യങ്ങൾ ചെയ്യാം. ഒന്നും ചെയ്യാൻ പറ്റിയില്ലെങ്കിൽ മരിക്കുമ്പോൾ കെലിമ ചൊല്ലി മരിക്കുക. ഒന്നും ചെയ്യാൻ പറ്റില്ല. പക്ഷെ സംഗതി എന്തായാലും ഓൻ കട്ടിലുമ കടന്നിട്ട് ലാ ഇലാഹ ഇല്ലല്ലാഹ് ചൊല്ലിയിട്ട് മരിച്ചു. പഴയ കാലത്തെ ആളുകളൊക്കെ ധാരാളമായി മനുഷ്യന്മാര് മരിച്ച രംഗം പറയാറുണ്ട്. ഒരുപാട് മനുഷ്യന്മാര് മരിച്ചത്. പാടത്തിങ്ങനെ പണിയെടുക്കുന്നതിനിടയിൽ പെട്ടെന്ന് ഇങ്ങനെ കയറി വന്ന് മൈമൂന ശേഷം വെള്ളം വേണമെന്ന് പറഞ്ഞ് കഞ്ഞിവെള്ളം ഒരു ഗ്ലാസ് വാങ്ങിക്കുടിച്ച് കട്ടിലുമ കയറി കടന്നിട്ട് ലാ ഇലാഹ ഇല്ലല്ലാഹ് കണ്ട് ഓരോരുത്തരും അവനാനോട് ചോദിച്ചു നോക്കുക. എനിക്ക് 42 വയസ്സാണ്. ഈ കാലത്തിന് ഞാൻ ഒരുപാട് മനുഷ്യന്മാര് മരിക്കുന്നു കണ്ടിട്ടുണ്ട്. എത്ര പേർ കെലിമ ചൊല്ലണത് കണ്ടു എന്ന് ചോദിച്ചാൽ അതൊരു ചോദ്യചിഹ്നമായി. അവസാനത്തെ ശ്വാസാണ്ട് മുറിയുമ്പോ ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് പറയാൻ പറ്റിയാൽ മതി. എന്തേ മുഹമ്മദ് റസൂലുള്ളാഹ് ഇല്ലാതിരുന്നത്? അതാണ് താരാട്ടിന്റെ രഹസ്യം എന്ന് പറയുന്നത്. മരിക്കുമ്പോൾ പറയാനുള്ള കലിമ ഉമ്മ പറഞ്ഞു തരുമ്പോൾ സമാധാനത്തോടുകൂടെ നമ്മൾ ഉറങ്ങുന്നു. ഉറക്കം ചെറിയ മരണമാണ്, മരണം വലിയ മരണമാണ്. ഉറക്കവും മരണവും തമ്മിലുള്ള വ്യത്യാസം കാലുകൾ കൂട്ടിയുരസലാണ്. വൽതഫത്തി സാഖു ബിസ്സാഖ് വളന്ന അന്നഹുൽ ഫിറാഖ്. ഉറക്കത്തിൽ കാല് കൂട്ടിയുരതൂല, മരണത്തിൽ കാലുകൾ കൂട്ടിയുരതുന്നു എന്നതാണ് വ്യത്യാസം. ഒന്ന് ചെറിയ മരണാണ്, മറ്റേത് വലിയ മരണാണ്. രാവിലെ എഴുന്നേൽക്കുമ്പോൾ പറയാൻ വേണ്ടി പുണ്യനബി പഠിപ്പിച്ചു, അൽഹംദുലില്ലാഹില്ലദീ അഹ്യാനി ബഅദമാ അമാതനി വഇലൈഹിൻ നുശൂർ. ഇന്നലെ മരിപ്പിച്ച് ഇന്നെന്നെ ഹയാത്താക്കിയ അല്ലാഹ്, നിനക്കാണ് എല്ലാ സ്തുതികളും. അവ ഇന്നലെ നടന്നത് ഒരു മരണമായിരുന്നു എന്നർത്ഥം. ഇന്നത്തേത് ഒരു പുനർജന്മമാണ്. എല്ലാ ദിവസവും നിങ്ങൾക്ക് പുനർജന്മമാണ് എന്ന് ലോകത്ത് ഒരു പ്രത്യായ ശാസ്ത്രം പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് ഇസ്ലാം ദീൻ മാത്രമേ ഉള്ളൂ. വേറെ ഒരു സയൻസും എല്ലാ ദിവസവും പുതിയ ജന്മമാണ് എന്ന് പറഞ്ഞിട്ടില്ല. കിടന്നുറങ്ങിയിട്ട് രാവിലെ എഴുന്നേറ്റാല് പഴയത് കഴിഞ്ഞു, ഇനി പുതിയൊരു ജന്മമാണ്. ഇന്നത്തെ ദിവസം നേരാക്കാൻ നോക്കാൻ പറ്റുമോ? രക്ഷപ്പെടാം. ഇന്നലത്തേൽ സങ്കടപ്പെടണ്ട. ഇന്നത്തെ നേരാക്കാൻ പറ്റുമോ? എന്നാൽ രക്ഷപ്പെടാൻ പറ്റും. അപ്പൊ ഒരു മനുഷ്യന് സ്വർഗത്തിലുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വഴി എന്ന് പറഞ്ഞത് അവസാനത്തെ വാക്ക് ലാ ഇലാഹ ഇല്ലല്ലാഹ് ആക്കലാണ്. അതായില്ല നോക്ക. എന്നാൽ ഇനിയും ചാൻസ് ഉണ്ട്. എന്താ ചാൻസ്? ഖബറിലെത്തിയാൽ മുൻകർ നക്കീർ അലൈഹിസ്സലാം ചോദ്യത്തിന് വേണ്ടി വരുമ്പോ ഉത്തരം പറയാൻ പറ്റിയാൽ മതി. മന റബ്ബുക എന്ന് ചോദിക്കും. വമാ ദീനുക വമാ നബിയുക വമൻ ഇമാമുക വമാ ഖിബ്ലതുക തുടങ്ങിയ ചോദ്യങ്ങൾ ചോദിക്കുമ്പോ ഉത്തരം പറയാൻ പറ്റിയാൽ മതി. അതും പറ്റിയില്ലെങ്കിൽ മഹ്ശറയിലെത്തിയാൽ അവിടെ നന്മതിന്മകൾ എഴുതിയ ഏടുകളെ വിതരണം ചെയ്യുന്ന സ്ഥലത്ത് വെച്ച് വലത് കൈയിൽ വാങ്ങാൻ പറ്റിയാ മതി. അതും കിട്ടിയില്ല. മീസാൻ എന്ന തുലാസിൽ വെച്ചുകൊണ്ട് നന്മതിന്മകൾ തൂക്കുന്ന സമയത്ത് നന്മയുടെ തുലാസിന്റെ തട്ടൊന്ന് അങ്ങോട്ട് തൂങ്ങിക്കൊടുത്താ മതി. അവിചാരിതമായ ചില സാധനങ്ങളായി തൂങ്ങാണ്ടാവും. ചില അവിചാരിതമായ സാധനങ്ങൾ കനം തൂങ്ങും. സുബ്ഹാനല്ലാഹി
വൽഹംദുലില്ലാഹി വലാ ഇലാഹ ഇല്ലല്ലാഹു വല്ലാഹു അക്ബർ. മീസാനിനെ നിറക്കുന്നതാണെന്ന് ത്വാഹ നബി. അത് കുറച്ചുണ്ടെങ്കിൽ കരുതിയത്ര കനല്ലുണ്ടാവുക. അതാണ് തൂക്കിയാല് തുലാസാണ് തൂങ്ങും. ഇങ്ങനെ തൂങ്ങി കിട്ടിയാലും മതി. തൂങ്ങിയില്ലാന്ന് വെക്കുക. സിറാത്ത് പാലം എന്ന ഒരു പാലുണ്ട്, അതൊന്ന് കടക്കാൻ പറ്റിയാ മതി. ഇതിയേക്കാൾ നർമ്മയാണ്, വാളിനേക്കാൾ മൂർച്ചയുള്ളതാണ്. മുഅ്മിനിന് മാത്രം കടക്കേണ്ടതാണ്. കാഫിര്യങ്ങൾക്ക് ആർക്കും സിറാത്ത് പാലം കടക്കേണ്ടി വരുമല്ലോ എന്നുള്ള പേടി വേണ്ട. ഓൽക്ക് കടക്കണ്ട. ഓല് ചെന്നുങ്ങാണ്ട് നേരെ നരകത്തിക്കാൻ ചാടല്ലേ. ഓൽക്ക് എന്തിനാ പാലം കിടക്കണത്? പാലം കിടക്കണല്ലോ എന്നുള്ള ബേജാറ് ഞമ്മക്ക് മാത്രമേ ഉള്ളൂ. ബാക്കിയുള്ളവർക്ക് എന്താ ബേജാറിന്റെ ആവശ്യം? പാലം കടക്കണമല്ലോ എന്ന ബേജാറ് നമുക്കുള്ളതാണ്. അതൊന്നാണ് കടക്കാൻ പറ്റിയാൽ മതി. മിന്നെറിയുന്ന വേഗത്തിൽ കിടക്കുന്നവർ, കാറ്റടിക്കുന്ന വേഗത്തിൽ കിടക്കുന്നവർ, കുതിരപ്പടയാളിയെ പോലെ ഓടുന്നവർ, കാൽനട യാത്രക്കാരെ പോലെ നടന്നു നീങ്ങുന്നവർ, അവസാനം കഴിച്ചിലാകുന്ന ഒരാളുണ്ട്. സിറാത്ത് പാലത്തും അങ്ങനെ കടക്കുമ്പോ സബാനിയാക്കളെന്ന പാലത്തിന്റെ താഴെയുള്ള മലക്കുകളുടെ കയ്യിലുള്ള ഇരുമ്പിന്റെ കൊളത്താങ്കോല് കാലും അങ്ങനെ കൊളത്തുമ്പോ കൊതറിയിട്ടാണ് മണ്ടുമ്പോ കാലും വന്ന് ചോരം കണ്ടൊലിക്കണ ഒരാള്. അയാൾ ഓടുമ്പോ അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് ചോദിക്കുമത്രേ, മനുഷ്യ നീ എങ്ങോട്ടാണ് പോകുന്നത്? അവൻ പറയും, ഞാൻ സ്വർഗത്തിലേക്കാണ്. എന്നാ ബൈക്കോ മാല ഐനുൻ റഅത്ത് എന്നൊരു കിതാബുണ്ട്, ഒരു കണ്ണും ഇതുവരെ കണ്ടിട്ടില്ലാത്തത്. ഞാനീ പറഞ്ഞ സംഭവം ഇതേപോലെ അതിൽ പറഞ്ഞിട്ടുണ്ട്. അങ്ങനെ കൊതറിയിട്ട് മണ്ടും. സ്വർഗത്തേക്ക് ചെന്നിട്ട് അങ്ങനെ നോക്കുമ്പോ സ്ഥലമില്ല, സ്ഥലം കാണാനില്ല. അപ്പോ ഇങ്ങോട്ട് തന്നെ വരും. അള്ളാനോട് പറയും, പഠിച്ചോനെ എനിക്ക് സ്വർഗത്തിൽ സ്ഥലമില്ല റബ്ബേ, ഞാൻ എന്താ കാട്ട? ഇൻട്രാജ് പോയി നോക്കറി. ഓൻ പിന്നെയും പോയി നോക്കും. ബേജാറുകൊണ്ട് സ്ഥലം കാണാനില്ല. ഇപ്പൊ ഇങ്ങോട്ട് തന്നെ വരും. രണ്ടാം തവണയും മൂന്നാം തവണയും വന്നിട്ട് അള്ളാഹുവിനോട് പറയും, അള്ളാഹുവേ സ്ഥലമില്ല, ഞാൻ എന്താ നീ കാട്ടുക? അപ്പൊ അള്ളാഹ് പറയും, മനുഷ്യ ആകാശഭൂമിയോളം വലിപ്പമുള്ള സ്ഥലം അവിടെ നിനക്ക് വേണ്ടി ഒഴിച്ചിട്ടിട്ടുണ്ട്, നീ പോയിക്കോ. സമാധാനായി. മൂപ്പരാണ് പോയിട്ട് തെരഞ്ഞ ആ സ്ഥലം പിടിക്കും. എന്നിട്ട് അവിടെ നിൽക്കും. അൽഹംദുലില്ലാഹ് റാഹത്തായി. അവനാണ് അവസാനം പോവുക. ഇനിയും പോണവരുണ്ട് നേർക്ക് നേരെ പോകുന്നതിൽ അവസാനം. അയിലും പെട്ടിയില ചാടി നോക്കുക. നരകത്തേക്കാണ്ട് ചാടിയെന്ന് വെച്ചോളി. എന്നാൽ നരകത്തേക്ക് ഇങ്ങനെ ചാടാൻ പോകുമ്പോ അവിടെ ഒരു മനുഷ്യൻ നിൽക്കുന്നുണ്ടാവും. അയാള് പറയും, അല്ലാഹുമ്മ സല്ലിം സല്ലിം, അല്ലാ കഴിച്ചിലാക്ക് കഴിച്ചിലാക്ക്. ആരാ മനുഷ്യൻ? മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. സിറാത്ത് പാലം കടക്കുന്നതിന്റെ മുമ്പ് ഒരേ ഒരു മനുഷ്യൻ മാത്രമേ തിരിഞ്ഞു നിൽക്കുകയുള്ളൂ. അത് മുഹമ്മദ് നബിയാണ്. വാപ്പ തിരിഞ്ഞിക്കൂല. വാപ്പ തിരിഞ്ഞു നിൽക്കണമെങ്കിൽ പാലം കടക്കണം. ഉമ്മ തിരിഞ്ഞു നിൽക്കണമെങ്കിൽ പാലം കടക്കണം. ശുഹദാക്കൾ തിരിഞ്ഞു നിൽക്കണമെങ്കിൽ പാലം കടക്കണം. മറ്റു അമ്പിയാക്കൾ തിരിഞ്ഞു നോക്കണമെങ്കിൽ പാലം കടക്കണം. പാലം കടക്കുന്നതിന് മുമ്പ് ഒരു മനുഷ്യൻ മാത്രമേ തിരിഞ്ഞു നിൽക്കൂ. ഉമ്മയേക്കാൾ നമുക്ക് അയാളോട് ബന്ധമുണ്ട്. ഉപ്പയേക്കാൾ നമുക്ക് അയാളോട് ബന്ധമുണ്ട്. ഉമ്മാക്ക് ഉമ്മയാവാൻ മാത്രമേ കഴിയൂ. വാപ്പാക്ക് വാപ്പയാകാൻ മാത്രമേ കഴിയൂ. ഒരു സമയത്ത് ഒരാൾക്ക് ഉമ്മയും വാപ്പയുമാകാൻ കഴിയുമെങ്കിൽ അന്ത ഉമ്മുൻ അം ആബു മാ റഅയ്നാ ഫീഹിമാ മിസ്ല ഹുസൈനിക ഖത്തു യാ സയ്യിദി ഖൈറൻ നബി ലാ ഇലാഹ ലാ ഇലാഹ ഇല്ലല്ലാഹ് ലാ ഇലാഹ ഇല്ലല്ലാഹു മുഹമ്മദുർ റസൂലുള്ളാഹ്. തിരിഞ്ഞിങ്ങനെ നിൽക്കും. ഒരു സഹാബി വര്യൻ വന്നിട്ട് ചോദിച്ചു, അല്ലാഹുവിന്റെ റസൂലേ,
എനിക്ക് മഹ്ശറയിൽ വെച്ചുകൊണ്ട് നിങ്ങളെ കാണണം നബിയെ, അതിനെന്താണ് വഴിയുള്ളത്? എനിക്ക് മഹ്ശറയിൽ നിങ്ങളൊന്ന് കാണണം, അതിനെന്താ വഴിയുള്ളത്? അള്ളാന്റെ റസൂല് പറഞ്ഞു, സഹാബ, നന്മ തിന്മകൾ എഴുതിയ ഏടുകൾ വിതരണം ചെയ്യുന്ന സ്ഥലത്ത് ഞാനുണ്ടായിരിക്കും, അവിടെ നിങ്ങൾ എന്നെ തെരയണം സഹാബ. ആ സഹാബി ചോദിച്ചു, അള്ളാന്റെ റസൂലേ, നന്മ തിന്മകൾ എഴുതിയ ഏട് വിതരണം ചെയ്യുന്ന സ്ഥലത്ത് നിങ്ങളെ ഞാൻ കണ്ടില്ലെങ്കിൽ എവിടെയാ നബിയെ ഞാൻ അന്വേഷിക്കേണ്ടത്? എനിക്ക് നിങ്ങളെ കാണാൻ ഞാൻ പറ്റൂല നബിയെ എന്ന് പറഞ്ഞപ്പോ പറഞ്ഞു, മീസാൻ എന്ന പേരായ ഒരു തുലാസിന്റെ അടുത്ത് വെച്ച് നന്മ തിന്മകളെ എഴുതിയ ഏടുകൾ തൂക്കും സഹാബ, അവിടെ ഞാൻ ഉണ്ടായിരിക്കും സഹാബത്തെ എന്ന് പറഞ്ഞപ്പോ ആ സഹാബി വര്യൻ ചോദിച്ചു, പുണ്യനബിയെ, മീസാന്റെ അടുത്ത് വെച്ച് നിങ്ങളെ ഞാൻ കണ്ടില്ലെങ്കിൽ എന്ത് ചെയ്യും റസൂലേ? അതില് പറഞ്ഞു, മീസാൻ കഴിഞ്ഞാൽ ഹൗദുൽ കൗസർ എന്ന വെള്ളം വിതരണം ചെയ്യുന്ന സ്ഥലത്ത് ഞാനുണ്ടായിരിക്കും. ആ സഹാബി ചോദിച്ചു, നബിയെ, ഹൗദിന്റെ അടുത്ത് വെച്ച് നിങ്ങളെ ഞാൻ കണ്ടില്ലെങ്കിൽ എവിടെയാണ് തെരയേണ്ടത് നബിയെ? പുന്നാര നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, സഹാബത്തെ, സിറാത്ത് പാലത്തിന്റെ അടുക്കൽ വെച്ച് നിങ്ങൾ എന്നെ കാണാതിരിക്കില്ല സഹാബ. എല്ലാരും പോയി എന്ന് ഉറപ്പുവരുത്തിയിട്ട് ഇങ്ങനെ നോക്കുമ്പോ നരകത്തിലതാ കിടക്കുന്നു വിശ്വസിച്ച കുറച്ചാൾക്കാര്. അർശിന്റെ താഴ്ഭാഗത്ത് പോയി വീണ്ടും സുജൂദ് ചെയ്യുകയാണ്. ഇർഫ റഅസക യാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം, സൽ തുഅത, തല ഉയർത്തൂ നബിയേ, എന്താണ് ആവശ്യമെങ്കിൽ പറയൂ, നമ്മൾ തരാമല്ലോ. അപ്പൊ തല ഇങ്ങനെ പൊന്തിച്ചിട്ട് പറയും, പടച്ചോനെ, നിന്നെ കൊണ്ട് വിശ്വസിച്ച ചില ആളുകൾ നരകത്തിലുണ്ടല്ലോ അല്ലാ, അവരെ ഒന്ന് രക്ഷപ്പെടുത്താൻ അവസരം തരുമോ? അതാണ് നബി തങ്ങളുടെ രണ്ടാമത്തെ ശഫാഅത്ത് വരുന്നത്. സമ്മതം കൊടുക്കും, അങ്ങനെ നരകത്തേക്ക് വരും. വന്നിട്ടോ മുഖത്ത് ഈമാനിന്റെ പ്രകാശം കാണുന്ന മുഴുവൻ ആളുകളെയും നരകത്തിൽ നിന്ന് മോചിപ്പിച്ച് മാ ഉൽ ഹയാത്ത് എന്ന ഒരു വെള്ളമുണ്ട് സ്വർഗത്തിൽ നിന്നൊഴുകി വരുന്ന, ആ വെള്ളത്തിൽ കൊണ്ടുപോയി കുളിപ്പിച്ച് സുന്ദരന്മാരാക്കി സ്വർഗത്തിലേക്ക് കൊണ്ടുപോകുമ്പോ അള്ളാഹു ചോദിക്കുമത്രേ, നബിയെ വിശ്വസിച്ച ആളുകളെ മുഴുവനും മോചിപ്പിച്ചോ? അൽഹംദുലില്ലാ, പടച്ചോനെ, വിശ്വസിച്ചവരൊക്കെ കഴിച്ചിലായിട്ടുണ്ട്. അപ്പൊ അള്ളാഹു തആല നരകത്തിലേക്ക് വരും. എന്നിട്ടോ അവന്റെ കുതിരത്തിന്റെ കരങ്ങളെ കൊണ്ട് 3 പിടി മനുഷ്യന്മാരെ വാരിയിട്ട് പുറത്തുകെറിയും. മുഖത്ത് ഈമാന്റെ പ്രകാശമില്ല, പിന്നെ കൽബിന്റെ ഉള്ളിലെവിടെയോ ഈമാനിന്റെ ഒരു തരിവെട്ടമുണ്ട്. അവസാന കാലത്തെ മുഅ്മിൻ എന്ന് പറഞ്ഞാല് വല്യാപ്പ ഒഴിഞ്ഞിരിക്കുന്ന സമയത്ത് ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്നൊരു ദിക്റ് ചെല്ലാറുണ്ടായിരുന്നല്ലോ എന്നോർക്കുന്ന പേരക്കുട്ടികളാണ്. അതും കഴിഞ്ഞിട്ടാണ് ഖിയാമത്ത് നാള്. ആ ഓർമ്മയും പോകും മനുഷ്യന്മാർക്ക്. ലാ ഇലാഹ ഇല്ലല്ലാഹ് ചെല്ലൂല, പറയില്ല, ഒന്നുമില്ല. വല്യാപ്പ ഒഴിഞ്ഞിരിക്കുന്ന സമയത്ത് ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് പറഞ്ഞിരുന്നല്ലോ എന്ന് ഓർക്ക് ഓർമ്മയിലുണ്ടാവും. അതാണ് അവസാന കാലത്തെ മുഅ്മിൻ എന്ന് പറഞ്ഞാൽ. അതുകൊണ്ട് പോയിട്ടാണ് ഖിയാമത്ത് നാള് ആ ഓർമ്മയുള്ള മനുഷ്യൻ, അവന്റെ മനസ്സിന്റെ ഉള്ളിൽ ചെറിയൊരു തരി ഈമാൻ ഉണ്ടാവും. ഓനാണ് ആ 3 പിടിപ്പെടുന്നത്. അണുമണി തൂക്കം ഈമാനുള്ളവർ നരകത്തിൽ നിന്നൊഴിവാണ് എന്ന് പറഞ്ഞ ആൾക്കാരാണ് കയറുന്നത്. കരിക്കട്ട അവരെ മാഉൽ ഹയാത്തിൽ കൊണ്ടുപോയി കുളിപ്പിച്ചിട്ട് സ്വർഗത്തിലേക്ക് ആനയിക്കുകയാണ്. സുന്ദരന്മാരായി യാത്രയാക്കും. സ്വർഗത്തിന്റെ വാതിലടക്കുന്നു, നരകത്തിന്റെ വാതിലടക്കുന്നു. പുണ്യനബി കയറിപ്പോകുന്നു. കഴിഞ്ഞു. ലാസ്റ്റ് പരിപാടിയാണ് നരകം. ഏറ്റവും കൂടുതൽ പേടിക്കേണ്ട ഒരു സാധനം. നരകത്തിന് പേടി വന്നാൽ നമുക്ക് സ്വർഗം ഓട്ടോമാറ്റിക്കായിട്ട് ആഗ്രഹം വരും. ഖുർആനിൽ പറഞ്ഞത് മാത്രം എടുത്താൽ മതി. മാത്രം
മഹ്ശറിലേക്ക് ഇങ്ങനെ നരകത്തെ കൊണ്ടുവരും. 40,000 ചങ്ങലകൾ, ഓരോ ചങ്ങലയിലും 40,000 മലക്കുകൾ വീതം പിടിച്ചിട്ട് ഇളകി മറിയുന്ന ജഹന്നമിനെ മഹ്ശറിലേക്ക് കൊണ്ടുവരുന്നതാണ്. വജീഅ യൗമഇദിൻ ബിജഹന്നമ യൗമഇദി യതദക്കറുൽ ഇൻസാനു വഅന്നാ ലഹു ദിക്റാ. വിചാരണയുടെ മുമ്പായി കൊണ്ടുവരും. തിളച്ച് മറിയുന്ന നരകത്തെ മുന്നിൽ നിർത്തിയാണ് ഹിസാബ് നടക്കുന്നത്. അതിങ്ങനെ കാണിച്ചു കൊടുത്തിട്ടാണ് ഹിസാബ് നടക്കുന്നത്. ഹിസാബ് എന്ന് പറഞ്ഞാല് നന്മതിന്മകൾ എഴുതിയ ഏട് മീസാൻ എന്ന തുലാസിൽ ഇങ്ങനെ തൂക്കിച്ച് പേപ്പറും കെട്ട് ഏതാ കന ഏറെ എന്ന് നോക്കല്ല. പിന്നെന്താ, فَمَن يَعْمَلْ مِثْقَالَ ذَرَّةٍ خَيْرًا يَرَهُ وَمَن يَعْمَلْ مِثْقَالَ ذَرَّةٍ شَرًّا يَرَهُ. ഒരണുവിന്റെ അത്ര നന്മയുണ്ടെങ്കിൽ അത് അവനോട് കാണിച്ചു കൊടുക്കും. അവന്റെ മനസ്സിങ്ങനെ പറയും, എനിക്കിത് കിട്ടണ്ട തന്നെയാണ്. അപ്പോൾ അവൻ നരകത്തിലേക്ക്, ഞാൻ കഴിച്ചിലാകേണ്ട ആൾ തന്നെയാണ് എന്ന് മനസ്സണ്ട് പറയും. അപ്പോൾ അവൻ 120 വരികളുടെ ഇടയിലേക്ക്. ഇങ്ങനെയാണ് ഹിസാബ് എന്ന് പറഞ്ഞാല്. ശരിക്കാണ്ട് ബോധ്യപ്പെടുത്തിയിട്ട് ഓൻ തന്നെ ഓനോട് പറയും, എനിക്കിത് കിട്ടണ്ട തന്നെയാണ്. وَسِيقَ الَّذِينَ اتَّقَوْا إِلَى الْجَنَّةِ زُمَرًا. മുത്തഖീങ്ങളെ സ്വർഗത്തിലേക്കാണ് കൊണ്ടുപോകും. മുത്തഖീങ്ങളല്ലാത്തവരെ നരകത്തിലേക്ക് കൊണ്ടുപോകും. മനുഷ്യന്മാരെ ഇട്ട് കല്ലുകളെയും ഇട്ടതിന് ശേഷം അള്ളാഹു നരകത്തോട് ചോദിക്കുമെന്നാണ്. യൗമ തഖൂലു ലിജഹന്നമ ഹലിം തലഅതി ഫതഖൂലു ഹൽ മിൻ മസീദ്. യൗമ തഖൂലു ലിജഹന്നമ, ജഹന്നമിനോട് ചോദിക്കുന്ന ഒരു ദിവസം, ഹലിം തലഅതി, ജഹന്നമേ നീ നിറഞ്ഞോ എന്ന് ചോദിക്കും. ഫതഖൂലു, അപ്പോൾ നരകം പറയും, ഹൽ മിൻ മസീദ്, പടച്ചോനെ കുറച്ചും കൂടി തരാണ്ടോ. മതിയാവൂല. അള്ളാഹു അവന്റെ ഖുദ്റത്തിന്റെ കാലുകൾ വെച്ചു കൊടുക്കുമ്പോൾ മാത്രമാണ് നരകം കഫിൻ കഫിൻ മതി മതി എന്ന് പറയുന്നത്. ഇതിനു മുമ്പ് പറയാ എത്ര കിട്ടിയാലും തികയില്ല എന്നുള്ളതാണ് നരകത്തിന്റെ പ്രത്യേകത. നരകത്തിന്റെ ഏറ്റവും മേലത്തെ തട്ടിന്റെ പേരാണ് ജഹന്നം. മൊത്തത്തിൽ നരകത്തിന് ജഹന്നം എന്ന് പറയും. പക്ഷെ വേർതിരിച്ച് പറയുമ്പോ ഏറ്റവും മേലത്തെ തട്ടാണ് ജഹന്നം. മുഅ്മിനീങ്ങളിൽ നിന്ന് കുരുത്തക്കേട് കാട്ടുന്ന ആൾക്കാർക്കുള്ളതാണ് മേലത്തെ തട്ട്. മാപ്പിളാരാണ്, മുഅ്മിനീങ്ങളാണ്, ഓലടേന്ന് വേണ്ടാത്തേ ചെയ്യുള്ളൂ. ഓനെ മേലത്തെ തട്ടിലുണ്ട്. എന്തിനാ മേലത്തെ തട്ടിൽ ഓനിടുന്നത്? ഓനെ ശിക്ഷ കഴിഞ്ഞാൽ കയറി പോരാൻ തന്നെ. അപ്പൊ ജഹന്നം എന്ന മേലത്തെ 7ാമത്തെ തട്ട് കുറച്ച് കഴിഞ്ഞാൽ കാലിയാവും. പിന്നെ 6 തട്ടേ ഉണ്ടാവുള്ളൂ. ഏറ്റവും അടിയിലെ തട്ട് മുനാഫിക്കിനുള്ളതാണ്. ഇന്നൽ മുനാഫിഖീന ഫിദ്ദർക്കിൽ അസ്ഫലി മിനന്നാർ. മുനാഫിക്കുകൾ നരകത്തിന്റെ ഏറ്റവും അടിത്തട്ടിലായിരിക്കുമെന്ന് വിശുദ്ധ ഖുർആൻ. നരകത്തിലെ അടിയത്തെ തട്ടാണ് മുനാഫിക്കിനുള്ളത്. പിന്നെ അതിന്റെ ഇടയിലുള്ള 5 തട്ടുകളിലാണ് ബാക്കിയുള്ള ആൾക്കാര്. ഇങ്ങനെയാണ് നരകത്തിന്റെ സംവിധാനം. പാനിയുടെ മാതിരി മുകൾ ഭാഗം ഇടുങ്ങി താഴ്ഭാഗം വിശാലമാണ് നരകം. മുകൾ ഭാഗം ഇടുങ്ങിയിട്ട് താഴെ വിശാലമാണ്. താഴ്ഭാഗത്ത് നിന്ന് തീ കത്തിക്കുമ്പോ നരകാവകാശികൾ മുകളിലേക്ക് കയറി വന്ന് മുകൾ ഭാഗത്ത് വന്ന് ഇടുങ്ങുന്നതാണ്. അപ്പോൾ അല്പം തീ കുറച്ചു കൊടുക്കുമ്പോ അവർ താഴേക്ക് തന്നെ 70,000 കൊല്ലം താഴ്ചയിലേക്ക് പോകുന്നതാണ്. 70,000 കൊല്ലം താഴ്ച. പിന്നെ രണ്ടാമത് ഒരു മേലേക്ക് ഇങ്ങനെ വരും. നരകാവകാശിയുടെ ചുണ്ടുകൾ ഉഹുദ് മലയോളം ഉണ്ടായിരിക്കുമെന്ന് പുണ്യനബി. ഒരു ചുണ്ട് ഒരു ഉഹുദ് മല, 2 ചുണ്ട് 2 ഉഹുദ് മല. അപ്പൊ ആ 2 ചുണ്ട് ഫിറ്റ് ചെയ്ത തലയുടെ വലുപ്പം സങ്കല്പിക്കണം. ആ തല വെച്ചിട്ടുള്ള ശരീരത്തിന്റെ വലുപ്പം എത്രയാണ്? തോലിങ്ങനാണ്ട് കരിഞ്ഞു പോകുമ്പോ പുതിയ തോലിന് കൊടുക്കും.
കുല്ലമാ നദിജത് ജുലൂദുഹും ബദ്ദൽനാഹും ജുലൂദൻ ഗൈറഹാ ലിയദൂഖുൽ അദാബ്. തൊലികൾ കരിഞ്ഞു പോകുമ്പോഴെല്ലാം അവർക്ക് നാം പകരമായി പുതിയ തോലുകൾ കൊടുത്തുകൊണ്ടിരിക്കും. ലിയദൂഖുൽ അദാബ, ശിക്ഷയുടെ രുചി എന്താണെന്ന് അവർ മനസ്സിലാക്കാൻ വേണ്ടിയിട്ട്. തോലുണ്ടായതുകൊണ്ടാണ് നമുക്ക് വേദന അറിയണത്. അതുകൊണ്ട് തോല് പോകാൻ നരകത്തിൽ സമ്മതിക്കൂല. ഇഞ്ചക്ഷൻ ചെയ്യുമ്പോ തോലുമ്മ തട്ടുമ്പോഴാണ് വേദന ഉള്ളത്, ഇറച്ചിമ തട്ടുമ്പോ വേദന ഇല്ല. എന്റെ ഇറച്ചി ആ വേദനാക്കും പറഞ്ഞാൽ തോലിനാണ് ആ വേദന. അതുകൊണ്ട് നരകത്തിൽ തോല് പോകാൻ സമ്മതിക്കൂല. കുല്ലമാ നദിജത്ത് ജുലൂദുഹും ബദ്ദൽനാഹും ജുലൂദൻ ഗൈറഹ. എന്തിനാ അങ്ങനെ ചെയ്യണത്? ലിയദൂഖുൽ അദാബ, ശിക്ഷയുടെ രുചി എന്താന്ന് ഒരു മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ്. അതിനാണ് അങ്ങനെ ചെയ്യുന്നത്. അദാബ് മാത്രമേ നരകാവകാശികൾക്കുള്ളൂ. ഓരോ സെക്കൻഡ് സമയവും പുതിയ പുതിയ അദാബ് വരികയാണ്. സ്വർഗം നേരത്തെ കാണുന്നുള്ളൂ, നരകം നേരത്തെ അനുഭവിക്കും. ഖബറിൽ ചെന്നാല് മുൻകർ നക്കീർ അലൈഹിസ്സലാം വന്നിട്ട് ചോദ്യം ചോദിക്കും. മന റബ്ബുക എന്ന ഒന്നാമത്തെ ചോദ്യം. അല്ലാഹു റബ്ബീ എന്ന് പറയാൻ കഴിഞ്ഞാൽ ബാക്കിയുള്ള ചോദ്യമൊക്കെ എളുപ്പമാണ്. ബാക്കിയാണ്ട് ചോദിച്ചു തീർക്കുന്നുള്ളൂ, പ്രശ്നമല്ല. എന്നാൽ ഒന്നാമത്താണ് കിട്ടിയില്ലെങ്കിലോ 3 സ്ഥലത്തേക്കാണ് നരകത്തിൽ അടി കിട്ടുക. ഒന്നുകിൽ മൂർധാവിലേക്കായിരിക്കും, അല്ലെങ്കിൽ ചെവിക്കായിരിക്കും, അല്ലെങ്കിൽ കുഫ്യസ്ഥാനത്തേക്കായിരിക്കും. 3-1 സ്ഥലത്തേക്ക് ഇരുമ്പിന്റെ ദണ്ട് കൊണ്ടടി കിട്ടും. 7 ഭൂമികളിലേക്ക് അവനാണ്ട് ആണ്ട് പോകും. അങ്ങോട്ട് നീച്ചിങ്ങോട്ട് വരുമ്പോ രണ്ടാമത്തെ ചോദ്യം ചോദിക്കും. മറുപടിയില്ല. എന്റെ നാശമേ, എനിക്കറിയില്ലല്ലോ. അതാ അവന്റെ മറുപടി. അപ്പൊ വീണ്ടും അടിയിട്ടു. ഒന്നാമത്തെ കിട്ടിയ ബാക്കിയൊക്കെ കിട്ടും. ഒന്നാമത്തെ ഉത്തരം തന്നെയാണ് തെറ്റിയ ബാക്കിയൊക്കെ തെറ്റി. ബാക്കിയെല്ലാം തെറ്റി. ഉത്തരാണ്ട് തെറ്റിയാലോ, ഉത്തരം നേരായാലും സ്വർഗത്തിനൊരു വാതിൽ ഇങ്ങനെ തുറക്കും. എന്നിട്ട് ഓനുള്ള കൊട്ടാരം ഇങ്ങനെ കാണിച്ചു കൊടുക്കും. ഇത് ആ കാണുന്നതാണ് അനക്കുള്ള കൊട്ടാരട്ടോ. ഓന്റെ നിയമത്തുകള്, ഓനുള്ള ഹൂറുല്യങ്ങളൊക്കെ ഇങ്ങനെ കാണിച്ചു കൊടുക്കും. തോട്ടങ്ങൾ, മുന്തിരി, ഉറുമാമ്പഴൊക്കെ ഇങ്ങനെ കാണിച്ചിട്ട് പറയും ഇതൊക്കെ അനക്കുള്ളതാണ്. ഇത് ഒന്നാണ്ട് ഉറങ്ങിക്കോ, അപ്പൊ അതിനങ്ങോട്ട് പോകാൻ നേരാവുന്നു. പുതുമണവാളൻ ഉറങ്ങുന്നത് പോലെ അവൻ ഉറങ്ങുമെന്നാണ്. ഖിയാമത്ത് നാൾ ഉണ്ടാകുമ്പോ അവൻ ഖബറിൽ നിന്ന് എഴുന്നേൽക്കുമ്പോ ചോദിക്കുമത്രേ, ആരാണ് എന്നെ ഉണർത്തിയത്? കണ്ണിലിങ്ങനെ ഉറക്കം വന്നീന്നുള്ളൂ. അപ്പോ ഇതിനാരെ വിളിച്ചത് എന്ന് ചോദിക്കും. 20,000 കൊല്ലം കഴിഞ്ഞിട്ടുണ്ടാവും ഓൻ മരിച്ചിട്ട്. ഓൻ മരിച്ചിട്ട് 20,000-10,000 കൊല്ലം കഴിഞ്ഞിട്ടുണ്ടാവും. പക്ഷെ ഓൻ ചോദിക്കും, കണ്ണിലിങ്ങനെ ഒന്നാണ്ട് ഉറക്കം വന്നീന്നുള്ളൂ, അപ്പോ ഇതിനാരെ വിളിച്ചത്? മറ്റോന് നരകത്തിൽ നിന്നൊരു വാതിലാണ്ട് തുറക്ക മാത്രല്ല, പാമ്പുകളും തേളുകളും വന്ന് ഖബറിൽ നിറയുന്നതാണ്. അവന് നേരം പോക്കില്ല. ഒരു ദിവസം 50,000-ഓ 5,000-ഓ കൊല്ലത്തെ ദൈർഘ്യമായി അനുഭവപ്പെടും. ഒരു ദിവസം കഴിയെങ്കിൽ 1,000 കൊല്ലം അറിയുമ്പോഴുണ്ടാവും. പാമ്പും തേളുകളുമായി അവനെ ഖബറിൽ ബുദ്ധിമുട്ടിച്ചുകൊണ്ടിരിക്കും. അവ സ്വർഗം നേരത്തെ കാണുന്നുള്ളൂ, നരകം അനുഭവിച്ചോളൂ. അങ്ങനെയാണ് അവൻ മഹ്ശറേക്കേണ്ടി വരുന്നത്. ഒരിക്കലും സഹിക്കാൻ കഴിയാത്തതാണ് നരകത്തിന്റെ രംഗം. നരകാവകാശിക്ക് നരകത്തിൽ ധരിപ്പിക്കുന്ന പാന്റ് റോഡുണ്ടാക്കുന്ന താറ് കൊണ്ടുണ്ടാക്കിയതാണെന്ന് വിശുദ്ധ ഖുർആൻ. സറാബീലുഹും മിൻ ഖത്റാനിൻ വതഗ്ശാ വുജൂഹഹുമുൻ നാർ. ആ പാന്റാണ്ട് ഇട്ടാൽ അവന്റെ മുഖം കരിഞ്ഞു പോകും. മുഖം കരിഞ്ഞു പോകും. വിശന്ന് വരഞ്ഞിട്ട് ഒരൽപ്പം ഭക്ഷണത്തിന് വേണ്ടി നരകാവകാശി മാലിക് അലൈഹിസ്സലാമിനെ വിളിച്ച് 40,000 കൊല്ലം കരയും. നരകാവകാശികളുടെ നാവിന് സംസാരശേഷിയില്ല. പട്ടികൾ കുരക്കുന്നത് പോലെ കുരക്കൽ മാത്രമാണ് അവർക്കുള്ളത്. ആ കൊര 40,000 കൊല്ലം ഭക്ഷണത്തിന് വേണ്ടി കുരക്കുമ്പോ
അവൻ വാവിട്ട് കരയുമ്പോ വരി എന്ന നിറയെ മുള്ളുള്ള ഒരു മരം കൊണ്ടുണ്ടാക്കിയ ഭക്ഷണം കൊടുക്കും. ലൈസ ലഹും ത്വാമുൻ ഇല്ലാ മിൻ ദരീഅ ലാ യുസ്മിനു വലാ യുഗ്നി മിൻ ജൂഅ. വരി എന്ന മരം കൊണ്ടുണ്ടാക്കിയ ഭക്ഷണം കൊടുക്കും. വിശപ്പിന്റെ കാഠിന്യം കൊണ്ട് ആ ഭക്ഷണം കഴിക്കുമ്പോഴേക്ക് അത് തൊണ്ടയിൽ കെട്ടും. തൊണ്ടയിൽ കെട്ടിയ ഭക്ഷണവുമായി ഒരിറക്ക് വെള്ളത്തിന് വേണ്ടി നരകാവകാശി 40,000 കൊല്ലം കരയുന്നതാണ്. യാ മാലിക്കു കസ്സാല മിന്നസ്സദീദ് യാ മാലിക്കു ഖദ് നളിജത് മിന്നൽ ജുലൂദ്. മാലിക്കേ, ഇടങ്ങാറായി മാലിക്കേ, ഒരു തുള്ളി വെള്ളം തരുമോ? തൊണ്ടയിൽ കെട്ടിയ ഭക്ഷണവുമായി 40,000 കൊല്ലം കരയുമ്പോ ലോഹങ്ങൾ ഉരുക്കി ഉണ്ടാക്കിയ ഇരുമ്പും സ്വർണവും തങ്കവും വെള്ളിയും ഈയവും എല്ലാം ചേർത്ത് ഉരുക്കി ഉണ്ടാക്കിയ ഒരു വെള്ളം തൊള്ളേലല്ല തലേക്കൂടെ യുസബ്ബു മിൻ ഫൗഖി റൂസിഹിമുൽ ഹമീം, തലമ്മക്കൂടെ പറഞ്ഞു കൊടുക്കും. യുസ്ഹറു ബിഹി മാ ഫീ ബുതൂനിഹിം വൽ ജുലൂദ്, ആ വെള്ളം അങ്ങോട്ട് തലയിൽ വീഴുന്നതോടുകൂടി അവന്റെ വയറിലുള്ള മുഴുവൻ സാധനവും ഉരുകി പുറത്തേക്ക് ഒലിക്കുന്നതാണ്. മുഴുവൻ ഉരുകിപ്പോകുമ്പോഴത്തിനോ അടുത്തത് നിർമ്മിക്കപ്പെടും, അടുത്തത് നിർമ്മിച്ചുകൊണ്ടിരിക്കും. ഇത് കോമൺ, എല്ലാവർക്കുള്ള ശിക്ഷ. ഇനി ഓരോരുത്തർക്കും പ്രത്യേകം ഉള്ളത് വേറുണ്ട്. ഗീബത്ത് പറഞ്ഞു നടന്നവൻ ചെമ്പിന്റെ നഖങ്ങളെ കൊണ്ട് വായ കടിച്ചു വലിക്കുന്നതാണ്, കീറിപ്പറിക്കുന്നതാണ്. എന്നിട്ട് വലിച്ചിട്ട് കീറും, അപ്പത്തിന് അവൻ കൂടി വരും, വീണ്ടും വലിച്ചു കീറും, അപ്പത്തിനും കൂടി വരും, വീണ്ടും വരും. ആളുകളെ പരിഹസിച്ച മനുഷ്യൻ ഒരു കടലിൽ ഇങ്ങനെ, ഒരു പുഴയിൽ ഇങ്ങനെ, ഒരു ജലാശയത്തിൽ ഇങ്ങനെ നീന്തും. കരക്കൊക്കെ ഇങ്ങനെ കൊയങ്ങിട്ട് വരുമ്പോ ഒരു കല്ലെടുത്തിട്ട് അവന്റെ തൊള്ളേക്ക് ഒരൊറ്റ അപ്പം പിന്നെ അങ്ങനെ പോകും. കരക്കണയാൻ സമ്മതിക്കില്ല. മനുഷ്യന്മാരെ കളിയാക്കിയാല് ഓരോരുത്തർക്കും സ്പെഷ്യൽ ഉണ്ട്. വ്യഭിചാരി മഹ്ശറയിൽ വരുന്നതു തന്നെ ഗുഹ്യത്തിലൂടെ ഒരു ചലമൊലിപ്പിച്ചാണ്. വ്യഭിചാരി നരകത്തിൽ കിടക്കുമ്പോ നരകത്തിൽ അവന്റെ തൊട്ടടുത്തുള്ള ആൾ അവനെ ആക്ഷേപിക്കുമെന്നാണ്. നരകത്തിൽ അവന്റെ അടുത്തുള്ള ആള് ലമൻ താബ വ ആമന വ അമില അമലൻ സാലിഹൻ ഫഉലൈക യുബദ്ദിലുല്ലാഹു സയ്യിആതിഹിം ഹസനാത് വലാ യസ്നൂന വമൻ യഫ്അൽ ദാലിക യൽഖ അസാമാ يضاعف له العذاب يوم القيامة ويخلد فيه مهانا. നരകാവകാശിയായ വ്യഭിചാരി മഹ്ശറിലേക്ക് വരുമ്പോ എല്ലാരടുത്തും അടയാളം ഉണ്ടാവും. കട്ടവൻ തൊണ്ടി മുതലുമായി വരും. കട്ടോന് എന്താ കട്ടിച്ചാൽ ആ സാധനത്തിൽ ഇങ്ങനെ വരും. പലിശക്കാരന്റെ വയറങ്ങട്ട് വീർത്തിട്ട് ആ വയറ് കൊണ്ട് അവന് എഴുന്നേറ്റ് നിൽക്കാൻ കഴിയില്ല. ലാ യഖൂമൂന ഇല്ലാ കമാ യഖൂമുല്ലദീ യതഖബ്ബതുഹു ശൈത്താനു മിനൽ മസ്. പിശാച് ബാധയേറ്റവൻ എഴുന്നേറ്റ് നിൽക്കുന്നത് പോലെയല്ലാതെ കൂക്കി വിളിച്ച് മറിഞ്ഞു വീണല്ലാതെ അവന് എഴുന്നേറ്റ് നിൽക്കാൻ കഴിയില്ല. പലിശക്കാരൻ, സക്കാത്ത് കൊടുക്കാൻ ബാക്കിയുള്ളവൻ ഓന്റെ സക്കാത്തിന്റെ മുതൽ കട്ടിയുള്ള ചങ്ങലയാക്കി അവന്റെ കഴുത്തിലണിയിക്കും. അതുകൊണ്ടാവാൻ വരിക. എല്ലാവർക്കും അടയാളം ഉണ്ടാവും. വ്യഭിചാരി വരുമ്പോ അവന്റെ ഗുഹ്യത്തിലൂടെ ഒരു ചലം ഒലിച്ചുകൊണ്ടിരിക്കും. ആ ചലത്തിന്റെ ദുർഗന്ധം കിലോമീറ്ററുകളോളം ദൂരത്തേക്ക് അടിച്ചു വീശും. നരകത്തിൽ തൊട്ടടുത്ത് കിടക്കുന്ന ആൾ ഓനെ ആക്ഷേപിക്കും. വ്യഭിചാരി അങ്ങനെ ഓരോരുത്തർക്കും സ്പെഷ്യൽ ഉണ്ട്, എല്ലാവർക്കും ഉള്ളത് വേറെയുണ്ട്. നരകത്തിൽ ഏറ്റവും ചെറിയ ശിക്ഷ ഉള്ള ആള് തീയിന്റെ ഒരു ചെരുപ്പേക്കാണ്.
ആ ചിരിപ്പ് കാരണം അവന്റെ തലച്ചോറ് ഇങ്ങനെ പതച്ചൊലിക്കുമെന്ന് ഓന് തോന്നും. ഈ നരകത്തിലെ എല്ലാ ശിക്ഷയും കൂടിയും കിട്ടിയത് ഒരാളെന്നുള്ളത് ഞാനാണ്. ഏറ്റവും ചെറിയ ശിക്ഷ കിട്ടിയാൾക്ക് തോന്നും ഈ നരകത്തിലെ എല്ലാ ശിക്ഷയും കിട്ടിയത് ഒരാൾക്കുള്ളത് ഞാനാണ്. ഒരു മഴ പെയ്തെങ്കിൽ എന്ന് ആഗ്രഹിച്ച് നരകാവകാശികൾ 1000 കൊല്ലം നിലവിളിച്ച് കരയുന്നതാണ്. അപ്പോൾ ഒരു കറുകറുത്ത കാർമേഘം ഉയർന്നു വരും. ഇപ്പോൾ മഴ പെയ്യുമെന്ന് കരുതും. പക്ഷേ ആ കാർമേഘത്തിൽ നിന്ന് ഒട്ടകത്തോളം വലിപ്പമുള്ള തേളുകൾ വർഷിക്കുന്നതാണ്. ഒരു തേളിന്റെ ഒരു കുത്തു കൊണ്ടാൽ അതിന്റെ വേദന 1000 കൊല്ലം നീണ്ടു നിൽക്കുന്നതാണ്. എന്ന് ശഫീഉൽ വറ ത്വാഹ റസൂലുള്ളാഹി. സഹിക്കാൻ കഴിയില്ല. നരകാവകാശികൾക്ക് കണ്ണിന് കാഴ്ചയില്ല, അതൊരു തീക്കോളമാണ്. നരകാവകാശിക്ക് കാതിന് കേൾവിയില്ല, അതൊരു ഇരുമ്പിന്റെ ഉപകരണമാണ്. നരകാവകാശികളെ ചങ്ങലയിൽ ബന്ധിച്ചിരിക്കുകയാണ്. നരകാവകാശികൾ പരസ്പരം പല്ലുകൊണ്ട് കടിച്ചു കീറിക്കൊണ്ടിരിക്കുകയാണ്. നരകാവകാശി പരസ്പരം കടിച്ചു കീറുന്നുണ്ടോ? ആർക്കും ആരെയും വേണ്ട, ആർക്കും ആരെയും വേണ്ട, ഒരു രക്ഷയില്ല. ഓരോ സെക്കൻഡിലും പുതിയ പുതിയ അദാബുകൾ വന്നുകൊണ്ടേയിരിക്കുന്നതാണ്. ഓരോ സെക്കൻഡിലും പുതിയ അദാബുകൾ. ഇതിന്റെ നേരെ ഈ പറഞ്ഞ എല്ലാ ശ്രമങ്ങൾക്കും എല്ലാ ഇടങ്ങേറുകൾക്കും ഇഖാബുകൾക്കും നേരെ സ്വർഗം. അവിടെ ഇനി ഒന്നും ഉണ്ടായില്ലെങ്കിൽ നരകം ഇതാണെങ്കിൽ സ്വർഗം മരുഭൂമിയായ എന്താ കുഴപ്പം? കിട്ടിയാൽ പോലെ എന്നതാണ് ചോദ്യം. ഇവിടെ നമ്മൾ ശരിക്കും ആലോചിക്കേണ്ടത്. അസ്ഹാബുൽ അറാഫ് എന്നൊരു കൂട്ടരുണ്ടാവും. നരകം കഴിഞ്ഞ് സിറാത്ത് പാലാണ് കടന്നിട്ട് സ്വർഗത്തിന്റെ ഇടയിൽ കുറച്ച് സ്ഥലം ഉണ്ടാവും. അവിടെ കുറച്ച് ആൾക്കാർ. അവരാരാ? ചെറുപ്പത്തിൽ മരിച്ചുപോയ കുട്ടികളാണെന്നൊരഭിപ്രായം. നന്മയും തിന്മയും ഒപ്പായ ആൾക്കാരാണെന്ന് രണ്ടാമത്തെ അഭിപ്രായം. ആരായാലും വേണ്ടില്ല, കുറച്ച് ആൾക്കാരുണ്ട്. ഓരിങ്ങനെ നരകത്തേക്ക് ഒരു വട്ടം ഇങ്ങനെ നോക്കും, പിന്നെ അങ്ങോട്ട് നോക്കുന്നില്ല. പിന്നെ സ്വർഗത്തേക്ക് മാത്രം നോക്കി ഇങ്ങനെ നിൽക്കുമ്പോ അള്ളാഹു ചോദിക്കും, എന്താ മനുഷ്യന്മാരെ നിങ്ങള് അങ്ങോട്ട് മാത്രം നോക്കി നിൽക്കുന്നത്, ഇങ്ങോട്ട് എന്താ നോക്കാത്തത്? അപ്പൊ അവര് പറയും, പഠിച്ചോനെ ഞങ്ങൾക്ക് അങ്ങോട്ട് പോകാനാണ് അറിയാം. അന്നപ്പോ ഇപ്പോഴേ സ്വർഗത്തേക്ക് ചെറിയ യോഗ്യത മതി, ചെറിയ യോഗ്യത. അതും ഇല്ലെങ്കിൽ പിന്നെ ഓന നരകത്തിലല്ലാതെ എന്താ? സ്വർഗം ഒരു മനുഷ്യന് ആഗ്രഹം വന്നാലുള്ളൂ. ഇങ്ങനെ ആഗ്രഹം വരണം. സ്വർഗം ഭയങ്കരമായിട്ട് ആഗ്രഹം തോന്നണം. നമ്മൾ സ്വർഗത്തിന് അപേക്ഷ കൊടുക്കണം. ഒരു സംഗതിക്ക് നമ്മൾ അപേക്ഷ കൊടുക്കണമെങ്കിൽ ആദ്യം അത് കിട്ടണം എന്ന് പൂതിണ്ടെങ്കിൽ അപേക്ഷ കൊടുക്കണം. സ്വർഗം നമുക്ക് പൂതിയാണെങ്കിൽ നമ്മൾ അപേക്ഷ കൊടുക്കും. അതിന് പൂതി ഉണ്ടോ ഇല്ലേ, അതാ പ്രശ്നം. സ്വർഗം നമുക്ക് പൂതി ഉണ്ടെങ്കിൽ ആദ്യമായിട്ട് അപേക്ഷ കൊടുക്കും. ഇല്ലെങ്കിൽ ആദ്യം നമുക്ക് ആഗ്രഹം ഉണ്ടാവണം. അപേക്ഷ കൊടുക്കണമെങ്കിൽ ആദ്യം ആഗ്രഹമാണ്. ആഗ്രഹം വന്നാൽ പിന്നെ അപേക്ഷാ ഫോം തയ്യാറാണ്. പേരൊക്കെ എഴുതി, അഡ്രസ്സൊക്കെ എഴുതി, വൃത്തിയായി അപേക്ഷയൊക്കെ എഴുതിയിട്ട് അടിയിൽ പേരെഴുതി ഒപ്പിട്ടിട്ട് അതിന്റെ ബാക്കിൽ ഒരു 6 സർട്ടിഫിക്കറ്റ് ഒക്കെ ഉണ്ട്. വെറുതെ അപേക്ഷ സ്വീകരിക്കൂല. സ്വർഗത്തിലുള്ള അപേക്ഷ സ്വീകരിക്കണമെങ്കിൽ അതിന്റെ ബാക്കിൽ 6 സർട്ടിഫിക്കറ്റ് നല്ല കളർ ഫോട്ടോസ്റ്റാറ്റ് എടുത്ത് ഗസറ്റഡ് ഓഫീസർ ഒപ്പിട്ടിട്ട് സീലൊക്കെ വെച്ചിട്ട് അതിന്റെ ഒപ്പം നോക്കണം. എന്താ 6 സർട്ടിഫിക്കറ്റ്? ആ 6 സർട്ടിഫിക്കറ്റ് ഇല്ലെങ്കിൽ ആദ്യം അത് ഉണ്ടാക്കിയിട്ട് അപേക്ഷ ചെയ്താൽ എന്താ 6 സർട്ടിഫിക്കറ്റ്? സ്വർഗത്തിലേക്കുള്ള അപേക്ഷയുടെ കൂടെ വെക്കാനുള്ള ഒന്നാമത്തെ സർട്ടിഫിക്കറ്റ് ഉമ്മാന്റെ സർട്ടിഫിക്കറ്റ് ആണ്. അൽ ജന്നത്തു തഹ്ത അഖ്ദാമിൽ ഉമ്മഹാത്ത് ശഫീഉൽ വറാ ത്വാഹ റസൂലുള്ളാഹി. ഇമ്മാന്റെ അടുത്ത് കിട്ടാനുള്ള സർട്ടിഫിക്കറ്റ് കാലിന്റെ ചോട്ടിലാണ്. കാലിന്റെ ചോട്ടിലുള്ള ഒരു സാധനം കിട്ടണമെങ്കിൽ കുനിഞ്ഞു നിൽക്കുക എന്നതോ താഴെ ഇരിക്കുക എന്നതോ അത്യാവശ്യമാണ്.
ഉമ്മാന്റെ സർട്ടിഫിക്കറ്റ് ഉള്ളത് കാലിന്റെ ഒട്ടില്ല. അത് കിട്ടണമെങ്കിൽ ഒന്നുകിൽ അവിടെ ഇരിക്കണം, അല്ലെങ്കിൽ അല്ലാതെ കിട്ടൂല. ഉമ്മാന്റെ സർട്ടിഫിക്കറ്റ് ഉമ്മാന്റെ തലയിലല്ല, ഉമ്മാന്റെ കാലിലുള്ള. വാങ്ങാൻ പറ്റുമോ? അപേക്ഷ ചെയ്താൽ വരുന്ന വാങ്ങാൻ കഴിയും. നമുക്ക് വാങ്ങാൻ കഴിയെങ്കിൽ സ്വർഗത്തിലുള്ള അപേക്ഷ ചെയ്ത് തുടങ്ങാം. അത് കിട്ടണം, കിട്ടിയേ പറ്റൂ. എല്ലാ സർട്ടിഫിക്കറ്റിന്റെയും ഫോട്ടോസ്റ്റാറ്റ് വെച്ചാൽ മതിയാവും. പക്ഷെ ഇതിന്റെ ഒറിജിനൽ വെക്കാം. കാരണം ആ സർട്ടിഫിക്കറ്റ് കൊണ്ട് ഇവിടെ വലിയ കാര്യമൊന്നും ഉണ്ടാവില്ല. ഇവിടെ ആ സർട്ടിഫിക്കറ്റ് ഉണ്ടായാൽ ചിലപ്പോൾ ബുദ്ധിമുട്ടില്ല. അത് സ്വർഗത്തിന്റെ അപേക്ഷാ ഫോമിന്റെ ഒപ്പം ഒറിജിനൽ വെക്കണം. അത് വാങ്ങാൻ പറ്റണ്ടേ? മൻ ഫളല സൗജതഹു അലാ ഉമ്മിഹി ഫഅലൈഹി ലഅനത്തുല്ലാഹി വൽ മലായികതി വന്നാസി അജ്മഈൻ. ഒരാൾ തന്റെ ഭാര്യയ്ക്ക് ഉമ്മയേക്കാൾ പ്രാധാന്യം കൽപ്പിച്ചാൽ ഫഅലൈഹി, അപ്പോൾ നിർബന്ധമായും അവന്റെ മേലുണ്ടായിരിക്കും. അല എന്ന വാക്ക് നിർബന്ധത്തെ സൂചിപ്പിക്കുന്നതാണ്. ലഅനത്തുല്ലാഹ്, അല്ലാഹുവിന്റെ ശാപം, വൽ മലായികതി, മലക്കുകളുടെ ശാപവും, വന്നാസി അജ്മഈൻ, എല്ലാ മനുഷ്യരുടെ ശാപവും അവനുണ്ടായിരിക്കുന്നതാണ്. ഭാര്യക്ക് 2 പ്രാവശ്യം ഫോൺ ചെയ്യുമ്പോ ഇമ്മാക്ക് 1 പ്രാവശ്യം ഫോൺ ചെയ്യാൻ സമയമില്ലാത്തവനെ, മൊബൈലിൽ ക്രെഡിറ്റ് ഇല്ലാത്തവനെ ആലോചിച്ചോ. ഉമ്മയേക്കാൾ ഭാര്യക്ക് പ്രാധാന്യം കൊടുത്താൽ ഈ ദുനിയാവിൽ അവനെ ശപിക്കാത്ത ആരും ഉണ്ടായിരിക്കുന്നില്ലെന്ന് ഞാൻ പറഞ്ഞതല്ല. 63 കൊല്ലത്തിനിടയിൽ ഒരിക്കൽ പോലും വാക്ക് തെറ്റിയിട്ടില്ലാത്ത മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതാണ്. ഒരാൾ ഉമ്മയേക്കാൾ ഭാര്യക്ക് പ്രാധാന്യം കൊടുത്താൽ അവന്റെ മേലിൽ അള്ളാഹിന്റെയും റസൂലിന്റെയും മലക്കുകളുടെയും ശാപം ഉണ്ടാവും. പറഞ്ഞതാ, ഭാര്യക്ക് നീ 2 പർദ്ദ കൊണ്ടുപോകുമ്പോ ഉമ്മക്കൊരു മാക്സി കൊണ്ടുപോവാൻ മറന്നവനെ. ഫളീലത്ത് കൊടുക്കുക എന്ന് പറഞ്ഞാൽ പ്രവൃത്തിയിലും കൂടി ആണെന്നില്ല, മനസ്സിൽ ഒന്നും ചെയ്യലില്ല. ഒരാളുടെ മനസ്സിൽ അവന്റെ ഉമ്മയേക്കാൾ ഭാര്യക്ക് പ്രാധാന്യമുണ്ടെങ്കിൽ തന്നെ ഈ പറഞ്ഞത് അവനുണ്ട്. അതുകൊണ്ട് സ്വർഗത്തേക്ക് അപേക്ഷ ചെയ്താൽ നിൽക്കുന്നുണ്ടോ, ആ ചേച്ചി ഉമ്മാന്റെ സർട്ടിഫിക്കറ്റ് വാങ്ങിയിട്ടുണ്ട്. അതാണ് 1ാമത്തെ സർട്ടിഫിക്കറ്റ്. സ്വർഗത്തിന്റെ അപേക്ഷയുടെ കൂടെ വെക്കാനുള്ള 2ാമത്തെ സർട്ടിഫിക്കറ്റ് ഭാര്യക്ക് ഭർത്താവിന്റെ സർട്ടിഫിക്കറ്റ് ആണ്, ഭർത്താവിന് ഭാര്യയുടെ സർട്ടിഫിക്കറ്റ് ആണ്. അയ്യുമംറഅത്തിൻ മാതത് വസൗജുഹാ അൻഹാ റാദിൻ ദഖലത്തിൽ ജന്ന. പുണ്യനബി, അയ്യുമംറഅത്തിൻ മാതത്, ഏതെങ്കിലും ഒരു പെണ്ണ് മരിക്കുമ്പോൾ വസൗജുഹാ അൻഹാ റാദിൻ, അവളുടെ ഭർത്താവ് അവളെ തൊട്ട് തൃപ്തിപ്പെട്ടവനാണെങ്കിൽ ദഖലത്തിൽ ജന്ന, ആ പെണ്ണ് സ്വർഗത്തിൽ കടന്നു എന്ന് ത്വാഹ റസൂലുള്ളാഹി. ഒരു പെണ്ണ് മരിക്കുമ്പോ ആ പെണ്ണിന്റെ ഭർത്താവ് എന്റെ ഭാര്യനോട് എനിക്ക് ഇഷ്ടമാണ് എന്ന് പറയുന്ന ഒരു കണ്ടീഷൻ ഉണ്ടെങ്കിൽ ആ പെണ്ണ് സ്വർഗത്തിലാണ്. ഭർത്താവിന് വേണ്ടത് ഭാര്യയുടെ സർട്ടിഫിക്കറ്റ് ആണ്. ഖിയാറുക്കും ഖിയാറുക്കും ലിനിസാഇഹിം ഹബീബുനാ റസൂലുള്ളാഹി, നിങ്ങളിൽ ഏറ്റവും ഖൈറായവൻ സ്വന്തം ഭാര്യയ്ക്ക് ഏറ്റവും ഖൈറായവനാണ്. നിങ്ങളിൽ ഏറ്റവും ഖൈർ സ്വന്തം ഭാര്യയ്ക്ക് ഏറ്റവും ഖൈറായവനാണ്. അതുകൊണ്ട് ഒന്നുകിൽ ഭാര്യക്ക് ഭർത്താവിന്റെ സർട്ടിഫിക്കറ്റ്, അല്ലെങ്കിൽ ഭർത്താവിന് ഭാര്യന്റെ സർട്ടിഫിക്കറ്റ്. അതാ 2ാമത്തെ. 3ാമത്തെ സർട്ടിഫിക്കറ്റ് അയൽവാസിയുടെ സർട്ടിഫിക്കറ്റ് ആണ്. 3ാമത്തെ അയൽവാസിന്റെ സർട്ടിഫിക്കറ്റ് സ്വർഗത്തിൽ പോകണമെങ്കിൽ ഒരു മുഅ്മിനായ മനുഷ്യൻ നരകത്തിൽ കടക്കൂല, അവന്റെ അയൽവാസികൾ അവനെ തൊട്ട് നിർഭയന്മാരാണെങ്കിൽ എന്ന് അള്ളാഹുവിന്റെ റസൂല് മുഹമ്മദ് മുസ്തഫ. ഒരാളുടെ അയൽവാസി ഓനെ തൊട്ട് നിർഭയന്മാരാണെങ്കിൽ, ശരിക്ക് നാളെ ഞാൻ പറഞ്ഞു, സ്ഥലത്തിന് വില കൂടേണ്ടത് അയൽവാസി നേരായാലാണ്. റോഡും തോടും സ്കൂളും മദ്രസയും ഉണ്ടായാലല്ല സ്ഥലത്തിന് വില കൂടേണ്ടത്. പിന്നെ അയൽവാസി നല്ലവനാണോ, പൊന്നിന് വില കൊടുത്തു വാങ്ങിയാലും ആ സ്ഥലം നഷ്ടാവില്ല, ലാഭം.
അയൽവാസി നേരല്ലേ റോഡും തോടും പാലും ഒന്നും ഉണ്ടായിട്ടും യാതൊരു കാര്യമില്ല. നാഷണൽ ഹൈവേന്റെ ഓരത്തായിട്ടും യാതൊരു പ്രയോജനമില്ല. അയൽവാസിയാണ് പ്രശ്നം. അയൽവാസി നന്നായാൽ എത്ര പൈസ കൊടുത്ത് ആ സ്ഥലം വാങ്ങിയാലും നഷ്ടമാവും. അപ്പൊ അയൽപക്കത്തുള്ളവന്റെ സർട്ടിഫിക്കറ്റ് വളരെ പ്രധാനമാണ്. അതാണ് മൂന്നാമത്തെ. നാലാമത്തെ സർട്ടിഫിക്കറ്റ് എന്ന് പറയുന്നത് സിലത്തുർ റഹിം എന്ന കുടുംബബന്ധം ചേർക്കുന്നു എന്നതിന്റെ സർട്ടിഫിക്കറ്റാണ്. സിലത്തുർ റഹിം, കുടുംബബന്ധം ചേർക്കുക. പുണ്യനബിയെ, ഞാൻ അങ്ങോട്ടും ഉണ്ടും ഓരിങ്ങോട്ടും ഉണ്ടൂല എന്നാലോ എന്ന് ചോദിച്ച ഒരാള്. ഞാൻ അങ്ങോട്ടും ഉണ്ടു ഓരിങ്ങോട്ടും ഉണ്ടൂല എന്നാലോ? കഅന്നമാ തുസിഫുഹുൽ മല്ല, അവർ നല്ല ചൂടുള്ള വെണ്ണൂർ തിന്ന മാതിരിയായി. പറഞ്ഞാൽ ഇച്ച് കഴിച്ചായി ഒരു കുടുങ്ങി, ഇച്ച് കഴിച്ചിലായി അവർ കുടുങ്ങി. കുടുംബബന്ധം ചേർക്കല്. കൊല്ലങ്ങളായി വാപ്പാനോട് മുണ്ടാത്തവര്, കൊല്ലങ്ങളായി ഉമ്മയോട് മുണ്ടാത്തവര്, വർഷങ്ങളായി മുണ്ടാത്ത ജ്യേഷ്ഠാനുജന്മാര്, വർഷങ്ങളായി മുണ്ടാത്ത ഉമ്മ പെങ്ങന്മാര്, പെരുന്നാൾ എത്ര വന്നു പോയിട്ടെന്താ വാപ്പാനോട് മുണ്ടൂലെങ്കി വല്ല കാര്യമുണ്ടോ? ഈദുൽ ഫിത്തർ വന്നോ, ഈദുൽ അദ്ഹ വന്നോ, പെരുന്നാൾ 1000 എണ്ണം വന്നാലും കുടുംബത്തോട് മുണ്ടൂലെങ്കിൽ എന്ത് പെരുന്നാളാ? 10ാം ക്ലാസ്സിന് റാങ്ക് കിട്ടിയ കുട്ടി ചാടിക്കളിക്കുമ്പോ 3ാം ക്ലാസ് തോറ്റവൻ എന്തിനാ ആചരിക്കുന്നത്? പെരുന്നാൾ എത്ര വന്നിട്ടെന്താ കാര്യം? പാപ്പാനോടും ഉമ്മാനോടും ഏട്ടാനുജന്മാരോടും മുണ്ടൂലെങ്കിൽ പിന്നെന്താ കാര്യമുള്ളത്? എന്താ അതുകൊണ്ട് പ്രയോജനം? ഓല അങ്ങനെ ആയിട്ടില്ലേ? ഓല അങ്ങനെ ആയതുകൊണ്ടാണ് എന്നോട് മുണ്ടണം എന്ന് പറഞ്ഞത്. ഓല അങ്ങനെ ആയതുകൊണ്ടല്ലേ എന്നോട് മുണ്ടണം എന്ന് പറഞ്ഞത്. അല്ലേ പറയേണ്ട ആവശ്യമുണ്ടോ? ഇങ്ങോട്ടെല്ലാരും നേരങ്ങത്തിലാണെങ്കിൽ പിന്നെ അതിനെന്താ ഫളീലത്തുള്ളത്? ഫളീലത്തുണ്ടാവുന്നത് ഓല അങ്ങനെ ആവുമ്പോ ജാണ്ട് മുണ്ടിയാലാണ് ഫളീലത്ത്. അപ്പോഴാണ് അതിന് പ്രാധാന്യമുള്ളത്. അപ്പോ അയൽവാസിയുടെ അത് കഴിഞ്ഞാൽ പിന്നെ സിലത്തുൽ അർഹാം എന്ന കുടുംബ ബന്ധത്തിന്റെ ഒരു നാട്ടുകാരൊക്കെ പറഞ്ഞു നല്ലൊരു മനുഷ്യനായിരുന്നുട്ടോ എന്ന് പറഞ്ഞാല് അതാണ് അപേക്ഷന്റെ ഒപ്പമുള്ള 5ാമത്തെ സർട്ടിഫിക്കറ്റ്. അന ഇന്ദ വന്നി അബ്ദി ബി ഖുദ്സിയൻ ഖാല റസൂലുള്ളാഹി, എന്റെ അടിമ എന്നെ കൊണ്ട് എന്താണോ വിചാരിക്കുന്നത് ഞാൻ അങ്ങനെയാണ്. ഒരാൾ മരിച്ചപ്പോ നാട്ടുകാരൊക്കെ പറഞ്ഞു നല്ലൊരു സാലിഹായ മനുഷ്യനായിരുന്നു എന്ന് പറഞ്ഞാൽ അവനെ കുറിച്ച് അള്ളാന്റെ തീരുമാനം അതാണ് എന്നാണ്. ഒരാൾ മരിച്ചു, നാട്ടുകാരൊക്കെ പറഞ്ഞു മരിച്ചു പോയില്ലെങ്കിൽ ഒന്നും ഉണ്ടെന്നാ പറഞ്ഞത്. നിൽക്കാം എന്നാ ഓനെ പറ്റി അള്ളാന്റെ തീരുമാനം അതാണ്. അതാണ് 5ാമത്തെ സർട്ടിഫിക്കറ്റ്. 6ാമത്തെ സർട്ടിഫിക്കറ്റ് ഒരു എക്സ്പീരിയൻസ് സർട്ടിഫിക്കറ്റ്. 6 സർട്ടിഫിക്കറ്റ്. 6ാമത്തെ ഒരു എക്സ്പീരിയൻസ്. എന്താ എക്സ്പീരിയൻസ്? ഒരു പരിചയം കാണിക്കുന്ന സർട്ടിഫിക്കറ്റ് 6ാമതായി വെക്കണം. എന്താണ് എക്സ്പീരിയൻസ് സർട്ടിഫിക്കറ്റ് എന്നോ? അള്ളാന്റെ പേര് കേൾക്കുമ്പോ കരയാൻ കഴിയുമെന്ന സർട്ടിഫിക്കറ്റ്. ലാ യലിജുന്നാര റജുലുൻ ബകാ മിൻ ഖശ്യത്തില്ലാഹ്, അള്ളാഹുവിനെ ആലോചിച്ചുകൊണ്ട് കരയാൻ കഴിയുന്ന മനുഷ്യൻ നരകത്തിൽ പോകൂല എന്ന് ശഫീഉനാ റസൂലുള്ളാഹി. അള്ളാഹനെ ആലോചിച്ചാണ്ട് ഒരാൾക്ക് കരയാൻ പറ്റിയാൽ 2 തുള്ളികൾ നരകത്തിൽ പോകൂല. ഒന്ന് അള്ളാഹുവിന്റെ മാർഗത്തിൽ ജിഹാദ് ചെയ്യുമ്പോ ശരീരത്തിൽ നിന്ന് ഒറ്റി വീണ രക്തത്തുള്ളി. 2ാമത്തേത് അള്ളാഹുവിനെ ആലോചിക്കുമ്പോൾ കണ്ണിൽ നിന്ന് ഇറ്റി വീണ കണ്ണുനീർത്തുള്ളി. അത് രണ്ടും നരകത്തിൽ പോവാത്ത 2 തുള്ളികളാണ്. അള്ളാന്ന് പറഞ്ഞിട്ട് ഒരു 2 ഇച്ച് കണ്ണുനീര് കണ്ണു നൊറ്റിക്കാൻ കഴിയോ? നരകത്തിൽ. ആ എക്സ്പീരിയൻസ് സർട്ടിഫിക്കറ്റ് 6ാമതായി വെച്ചിട്ട് അപേക്ഷ കൊടുക്കണം. അപേക്ഷ കൊടുക്കാൻ നമുക്ക് കഴിയണമെങ്കിൽ സ്വർഗം നമ്മുടെ ജീവിതത്തിന്റെ ഭാഗമാണ്. സ്വർഗം കിട്ടണം. നമുക്ക് തീരെ ആഗ്രഹമില്ലാത്തൊരു വിഷയത്തിന് നമ്മൾ അപേക്ഷ കൊടുക്കില്ല. അതുകൊണ്ട് സ്വർഗം നമ്മുടെ ആഗ്രഹമായി വരണം. മനസ്സിൽ എപ്പോഴും സ്വർഗം ഉണ്ടാവണം. സ്വർഗം ആഗ്രഹിച്ച് ഏറ്റവും കൂടുതൽ ആഗ്രഹമുള്ള എല്ലാ വിഷയവും ഉറക്കത്തിൽ കാണുന്നു.
ഒരാളുടെ ആഗ്രഹം ശക്തമായത്. ഒരാൾക്ക് നാട്ടിൽ പോകണം തോന്നുന്നു, പിന്നെ ഉറക്കത്തിൽ നാട്ടിൽ പോകും. സ്വർഗം ഒരാളുടെ അതിശക്തമായ ആഗ്രഹമാണെങ്കിൽ ഒന്ന് ഉറക്കത്തിൽ കാണും. സ്വർഗം കണ്ട് ആഗ്രഹിച്ച് ഉറക്കത്തിൽ കാണണം. അവന്റെ സ്വപ്നങ്ങൾ സ്വർഗമാണ്. ഹജ്ജിന്റെ രാവിൽ ഞാൻ കഅബം കിനാവ് കണ്ട് ശജറത്ത് പൂത്ത സുബർഗത്തിൻ വാതിൽ കണ്ട് ജന്നാത്തുൽ ഫിർദൗസിൽ ചേരാൻ എനിക്ക് മോഹം ഹൗദുൽ കൗസർ കുടിക്കാൻ എനിക്കുദാഹം മുത്ത് റസൂൽ തങ്കത്തേരിൽ വരുന്നതു കണ്ട് മുത്താറ്റൽ ഹൂറികൾ ആടി രസിക്കണ് കണ്ട് സ്വർണ്ണ പല്ലക്കിൽ സുലൈഖാ ബീവിയെ കണ്ട് സ്വർഗഹൂറാനികൾ പാടി പാടക്കണ് കണ്ട് ജന്നാത്തുൽ ഫിർദൗസിൽ ചേരാൻ എനിക്ക് മോഹം ഹൗദുൽ കൗസർ കുടിക്കാൻ എനിക്കുദാഹം. ആഗ്രഹിച്ചിട്ട് ഉറക്കത്തിൽ കണ്ടാൽ കിട്ടും. ആഗ്രഹിച്ച് ഉറക്കത്തിലും കാണണം. എന്നാൽ അവനത് നേടിയിരിക്കുമെന്ന കാര്യം 100% ഗ്യാരണ്ടിയാണ്. അള്ളാഹുവിന്റെ നിയമത്തിന്റെ ഭവനമാണ് സ്വർഗം എന്ന് പറയുന്നത്. അള്ളാന്റെ നിയമത്തിന്റെ ഭവന സ്വർഗം എന്ന് പറയുന്നത്. 8 വാതിലുകളാ സ്വർഗത്തിന്. 8 വാതില. സഹാബത്തെ 120 ഗുണങ്ങളിൽ നിന്ന് ഏതെങ്കിലും ഒരു ഗുണം ഒരു മനുഷ്യനുണ്ടായാൽ അവൻ സ്വർഗത്തിൽ പോകും സഹാബ എന്ന് പറഞ്ഞപ്പോ വാതിലിൽ നിൽക്കുന്ന ഒരു മനുഷ്യൻ ചോദിച്ചു, അള്ളാന്റെ റസൂലേ, ആ 120 ഗുണങ്ങളിൽ ഏതെങ്കിലും ഗുണം എന്നിലുണ്ട് നബിയേ എന്ന് ചോദിച്ചപ്പോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അബൂബക്കർ സിദ്ദീഖ്, ആ 120 ഗുണങ്ങളും നിങ്ങളിലുണ്ട്. സ്വർഗത്തിന്റെ 8 വാതിലിലൂടെ മത്സരിച്ച് മാടി വിളിക്കും സിദ്ദീഖ് റളിയല്ലാഹു അൻഹു. സ്വർഗത്തിന്റെ 8 വാതിലേക്ക് മലക്കുകൾ ഇങ്ങനെ നിന്നിട്ട് ക്ക് 8 വാതിലൂടെയും കയറാൻ അവസരമുണ്ടാകും. ഒളു ചെയ്തതിനു ശേഷം 2 കൈയും കണ്ണും ആകാശത്തേക്ക് ഉയർത്തി അശ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹു വഹ്ദഹു ലാ ശരീക ലഹു വഅശ്ഹദു അന്ന മുഹമ്മദൻ അബ്ദുഹു വറസൂലുഹു അല്ലാഹുമ്മ ജഅൽനി മിനത് തവ്വാബീന വജഅൽനി മിനൽ മുതതഹ്ഹിരീന വജഅൽനി മിൻ ഇബാദികസ് സാലിഹീൻ എന്ന് ഒരാൾ ദുആ ചെയ്താൽ സ്വർഗത്തിന്റെ 8 വാതിലുകളും അവന് തുറന്നു വെക്കുന്നതാണെന്ന് പുണ്യനബി. 8 വാതിലേക്ക് കൂടിയും കയറാൻ ഒരാൾക്ക് അവസരം കിട്ടിയോ എന്താ കാട്ടുക? 8ലൂടെയും കയറും. അതാണ് സ്വർഗത്തിന്റെ പ്രത്യേകത. അതെങ്ങനെ ഒരാൾ 8 വാതിലേക്ക് കൂടിയും ഒപ്പം കയറുക? അതോടെ ചെല്ലുമ്പോ കാണാം. ഓരോരുത്തർക്കും ഓരോ വാതിലുണ്ട്. അങ്ങനെ 8 വാതിലുകളിലൂടെയും കയറാൻ അവസരം ഉണ്ടാവും. ഹിസാബ് കഴിഞ്ഞിട്ടോ അവനാണ്ട് പോകാം. ചെന്ന് നോക്കിയാലോ സ്വർഗത്തിന് 100 ദറജകളാണ്. സ്വർഗത്തിന് 100 ദറജയാണ് ഉണ്ടാകുക. അതിലെ 100ാമത്തെ ദറജയാണ് ജന്നത്തുൽ ഫിർദൗസ്. ഫിർദൗസിന്റെ മലയാളമാണ് പറുദീസ. ഫിർദൗസിന്റെ ഇംഗ്ലീഷാണ് പാരഡൈസ്. അക്രമികളായ നമ്മള് പാരഡൈസ് എന്ന് പേരിട്ടിരിക്കുന്നത് ബാറിനാകുന്നു എന്നതാണ് നമ്മുടെ ദുനിയാവിലെ ഏറ്റവും വലിയ അക്രമം. ഫിർദൗസിന്റെ പേരാണ് പാരഡൈസ്. നമ്മളത് ബാറിനാണ് ആ പേരിട്ടത്. ലോകം കണ്ട ഏറ്റവും വലിയ ആശിഖായ ഉമർ ഖയ്യാമിന്റെ പേര് ബാറിനിട്ടവരാണ് യഥാർത്ഥത്തിൽ നമ്മൾ. ലോകം കണ്ട ഏറ്റവും വലിയ ആശിഖാണ് ഉമർ ഖയ്യാം.
അള്ളാഹുവിനോടും അവന്റെ റസൂലിനോടുള്ള മഹബ്ബത്ത് കൊണ്ട് പാട്ടുപാടി നടന്ന ആ മനുഷ്യൻ ഒരിക്കലിങ്ങനെ പറഞ്ഞു, ഞാൻ എന്റെ പ്രേമപ്രയസിയോട് ചോദിച്ചു, വാതിൽ മുട്ടി വിളിച്ച് വാതിൽ തുറക്കാൻ പറഞ്ഞപ്പോ അകത്ത് നിന്ന് ചോദ്യം വന്നു, ആരാ പുറത്തു വന്നിരിക്കുന്നത്? ഞാൻ പറഞ്ഞു, ഇത് അങ്ങയുടെ പ്രേമഭാജനമായ ഉമർ ഖയ്യാമാണല്ലോ. വാതിൽ തുറന്നില്ല, ഞാൻ മടങ്ങിപ്പോയി. രണ്ടാമതും ചെന്ന് ഞാൻ വാതിലിൽ മുട്ടി വിളിച്ചപ്പോ അകത്ത് നിന്ന് ചോദിച്ചു, ആരാ വന്നിരിക്കുന്നത്? ഞാൻ പറഞ്ഞു, ഇവിടെ ആരുമില്ലല്ലോ എന്ന് പറഞ്ഞപ്പോ എനിക്ക് വാതിൽ തുറന്നു തന്നു. ഇദാ നസീത വദ്കുർ ഇസ്മ റബ്ബിക വദ്കുർ റബ്ബക ഇദാ നസീത. നീ നിന്നെ മറന്നാൽ നിനക്ക് റബ്ബിനെ ഓർമ്മ വരും. നമുക്ക് അള്ളാഹനെ ഓർമ്മ വരാതിരിക്കാനുള്ള കാരണം ഞമ്മക്ക് ഞമ്മളെ ഓർമ്മ ഉണ്ട് എന്നുള്ളതാണ് പ്രശ്നം. വദ്കുർ റബ്ബക ഇദാ നസീത. നിനക്ക് നിന്നെ മറക്കാൻ കഴിയുമെങ്കിൽ നിനക്ക് അള്ളാഹുവിനെ ഓർമ്മ വരും. അള്ളാഹുവിന്റെയും നമ്മുടെയും മുമ്പിലുള്ള തടസ്സം നമ്മുടെ ഖൽബാകുന്നു. ഖൽബുൽ മുഅ്മിനി അർശുല്ലാഹ് ഹബീബുനാ റസൂലുള്ളാഹി. മുഅ്മിനിന്റെ ഖൽബ് അള്ളാഹിന്റെ സിംഹാസനമാണെന്ന് പുണ്യനബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിരിക്കുന്നു. അള്ളാഹിന്റെ നമ്മളുടെ ഇടയിലുള്ള തടസ്സം എന്ന് പറയുന്നത് നമ്മുടെ ഖൽബ് തന്നെയാണ്, വേറൊന്നല്ല തടസ്സം. അതുകൊണ്ട് നമുക്ക് ചെറുതാവാൻ പറ്റുമോ? നമുക്ക് അള്ളാഹുവിന്റെ അടുക്കൽ വലുതാവാം. അള്ളാഹിന്റെ അടുക്കൽ വലുതാവാൻ പറ്റും. സ്വർഗം നമ്മുടെ ആഗ്രഹമാവണം. ഓരോ നിമിഷവും പുതിയ നിയമത്ത്. സ്വർഗത്തിൽ ചെന്ന ഉടനെ ആദ്യത്തെ തീറ്റ പരിപാടിയാണ്. കാരണം നമുക്ക് തിന്നലിനോട് അത്രയും അടുത്തായതുകൊണ്ട് ചെന്നേക്കിനുള്ള സ്വീകരണം ഉഷാറാവണമെങ്കിൽ തീറ്റ വേണം. അതിലുണ്ട് മുന്തിരി തോട്ടവും റുമ്മാന, രസമുള്ളതാ കദളിപ്പഴം തിന്നാന. കട്ടിലും അങ്ങനെ കടന്നിട്ട് തിന്നന്നെ. ഉറുമാമ്പഴം ഇങ്ങനെ പൂവമ്പഴം ഇങ്ങനെ നിൽക്കണം, നല്ല ചോത്തിട്ട്. അപ്പൊ അങ്ങനെ ഒരു ആഗ്രഹം, ഒരു പൂവമ്പഴം തിന്നാ തരക്കടില്ല. ആഗ്രഹം കണ്ട് വരുമ്പോത്തിന് കാണാം പൂവമ്പഴം ഇങ്ങനെ തോലൊഴിച്ചിട്ട് ഓന്റെ തൊള്ളേക്ക് ഇങ്ങനെ വരുന്നേ. അപ്പൊ ഓനത് അങ്ങോട്ട് തിന്നിട്ട് ഇങ്ങനെ നോക്കുമ്പോ പഴയ പൂവമ്പഴം അവിടെ തന്നെ ഉണ്ട്. ഒരു പൂവമ്പഴം കൂടി തിന്നാ തരക്കടില്ല എന്നൊരാഗ്രഹം. അപ്പൊ ആ പൂവമ്പഴം തോലൊഴിച്ചിട്ട് ഇങ്ങനെ വരുന്നു. തിന്നോക്കുമ്പോ നേരത്തെ തിന്നതല്ല ഇപ്പുള്ളത് എന്ന് മനസ്സിലായി. ഒരിക്കൽ അനുഭവിച്ച ടേസ്റ്റ് പിന്നെ അനുഭവിക്കുന്നേയില്ല. നേരത്തെ തിന്ന ഭക്ഷണത്തിന്റെ ടേസ്റ്റ് പിന്നെ ഇല്ല. പിന്നെ വേറെ പുതിയ നിയമത്ത് വരുന്നതിനനുസരിച്ച് പഴയതങ്ങനെ മറക്കും. പഴയതിലേക്ക് മടക്കല്ല, ഓരോന്നും പുതിയത് ഇങ്ങനെ തന്നുകൊണ്ടേയിരിക്കുന്നു. തീറ്റ പരിപാടി കുറെ കഴിയുമ്പോണ്ട് അവസാനിക്കുമല്ലോ. എന്താ വട്ട പിന്നെ എന്നിപ്പോ തീറ്റ ഒരു വലിയ പരിപാടിയൊക്കെ നമുക്ക് എന്നും ചിക്കനാണെങ്കിലും ചിക്കൻ എന്ത് വിലയുള്ളത്? ഒരു അസുഖമില്ലല്ലോ അപ്പൊ അതിൽ. അപ്പൊ കുറേ ആണ് തിന്നുമ്പോ അതാണ്ട് തീരും. ഇനിയിപ്പോ എന്താ കാട്ടുക? ഇനിയിപ്പോ അള്ളാഹ് ചോദിക്കും, അല്ല നിങ്ങൾക്ക് വല്ലതും ആവശ്യമുണ്ടോന്ന് ചോദിക്കും. അപ്പൊ നമ്മളെങ്ങനെ ആലോചിച്ചാലും ഇനി ഒന്നും ആവശ്യമില്ല എന്നേ കിട്ടുള്ളൂ. കാരണം ഇപ്പൊ എത്ര ആലോചിച്ചാലും ഒന്നും പിടുത്തം കിട്ടൂല. അപ്പൊ അല്ലാഹു തആല പണ്ട് ആഗ്രഹിച്ച് മറന്ന കുറെ കാര്യങ്ങൾ ഓർമ്മപ്പെടുത്തും. പണ്ട് ആഗ്രഹിച്ച് മറന്നുപോയ കുറെ കാര്യം ഉണ്ടാവും, അതിങ്ങനെ ഓർമ്മപ്പെടുത്തി തരും. അല്ല ചങ്ങായി, ഒരു ഇന്നോവ കാറ് നല്ല പുതിയ തന്നെ ഉണ്ടെങ്കിൽ നന്നായിരുന്നു എന്ന് വെച്ചാൽ ആഗ്രഹിച്ചിരുന്നില്ലേ? അത് ഞാൻ ആഗ്രഹിച്ചിരുന്നു പഠിച്ചോനെ. എന്നാ എനിക്കൊരു ഇന്നോവ അതെടുത്തോ. അങ്ങനെ സംഗതി പോകാനപ്പോ ഇന്നോവയൊന്നും ആവശ്യമില്ല. ഓൻ എടുത്തപ്പോ ഇന്നോവേറ്റ് പോണത് കാറ്റിനല്ലേ അപ്പൊ യാത്ര ചെയ്യണത്. എന്നാലും ഓൻ പണ്ടൊരു ദിവസം ആഗ്രഹിച്ചില്ലേ, അള്ളയാവണമെങ്കിൽ അത് കൊടുത്തു തീർക്കണ്ടേ? അതുകൊണ്ട് കൊടുക്കും. കള്ള് കുടിക്കുക എന്നത് മനുഷ്യന്റെ ജന്മസിദ്ധമായ ആഗ്രഹമായതുകൊണ്ടാണ് ചില ആൾക്കാർ കുടിക്കുന്നത്, വേറെ ചില ആൾക്കാർ കുടിക്കാത്തത്. കുടിക്കാത്തവര് വേറൊരുത്തോന്ന് കുടിക്കാന്ന് ആഗ്രഹിച്ചിട്ട് കുടിക്കാതിരിക്കുകയാണ്. അതുകൊണ്ട് അള്ളയാകുന്നത് സ്വർഗത്തിൽ വെച്ച് കള്ളു കുടിക്കാൻ അവസരം കൊടുക്കുമ്പോഴാണ്. ലാ ഫീഹാ ഗൗലുൻ വലാ ഹും അൻഹാ യുൻസിഫൂൻ. അങ്ങനെയാണ്. എല്ലാം തന്നു തീർക്കും, ഒന്നും തരാതിരിക്കൂല. ഹൂറുൽഈങ്ങളായ സ്ത്രീകളതാ നിരനിരയായി നിൽക്കുന്നു. പള്ളിക്കന്ന് ഒരു കരടൻ എടുത്തിട്ടാൽ ഒരു ഹൂറിപ്പെണ്ണ്, രണ്ടാമത്തെ എടുത്തിട്ടാൽ രണ്ടാമത്തെ ഹൂറിപ്പെണ്ണ്. പള്ളിയിൽ നിന്ന് ഒരു മുറം കരട് വാരിക്കാണ്ട് ഒരാൾ പുറത്തു കൊണ്ടിട്ടാൽ മുറം നിറയെ ഹൂറിപ്പെണ്ണ്. അങ്ങനെ ഇഷ്ടം പോലെ.
സ്വർഗത്തിലെ ഏറ്റവും ചെറിയ ദറജയിലുള്ള ആള് യാത്ര ചെയ്യാൻ പുറത്തിറങ്ങുമ്പോ 1,00,000 ഖാദിമീങ്ങൾ കൂടെയുണ്ടാകുമെന്ന് പുണ്യനബി. ഏറ്റവും ദറജ കുറഞ്ഞ ആൾ എവിടേക്കൊന്ന് പോണല്ലോ എന്ന് എഴുതിയിട്ടാണ് പുറത്തേക്ക് ഇറങ്ങുമ്പോൾ 1,00,000 ഖാദിമീങ്ങൾ. സ്വർഗത്തിന്റെ ഏറ്റവും വലിയൊരു പ്രത്യേകത എല്ലാവർക്കും ഓരോ കട്ടിലുണ്ടായിരിക്കും എന്നതാണ്. എല്ലാ ആൾക്കാർക്കും ഓരോ കട്ടിലുണ്ടാവും. ആ കട്ടിലും വേണം അവർ പോവുക. നമ്മളെ മയമുട്ടിനെ കാണാനില്ല, കുറെ കാലമല്ല കണ്ടിട്ട് എന്നിട്ട് തോന്നുമ്പോത്തിന് ഓനും അവന്റെ കട്ടിലും കൂടി ഇങ്ങനെ വരുന്നു. എന്നിട്ട് ഓന്റെ അടുത്ത് വന്നിരുന്നിട്ട് ഓലിങ്ങനെ വർത്താനം പറയും. എന്താ പറയാ സ്വർഗത്തിലെ സംസാര വിഷയം മഗ്ഫിറത്തിനെ കുറിച്ചായിരിക്കുമെന്ന് പുണ്യനബി സല്ലല്ലാഹു അലൈഹി വസല്ലം. മഗ്ഫിറത്താണ് അവിടുത്തെ സംസാര വിഷയം. എന്താ മഗ്ഫിറത്ത്? സംസാര വിഷയം എന്ന് പറഞ്ഞാലേ നമ്മൾ ഇങ്ങനെയൊക്കെ ആയിട്ട് നമ്മളെ പഠിച്ചോ നമുക്ക് പുറത്തൊന്നുമില്ലേ എന്ന് പോയി പറഞ്ഞ് ഇങ്ങനെ ഇരിക്കുന്നു. അതാണ് മഗ്ഫിറത്താണ് സംസാര വിഷയം. ഓരോരുത്തരെ പറ്റി ഏറ്റവും നന്നായിട്ട് അറിയാം ഓനാണല്ലോ. എന്നെ പറ്റി ഏറ്റവും നന്നായിട്ട് അറിയാം എനിക്ക് തന്നെയല്ലേ. ഞാൻ എന്തുമാത്രം മോശപ്പെട്ട ആളാന്ന് എനിക്കല്ലേ അറിയുള്ളൂ. ഓരോരുത്തരെ പറ്റി ഏറ്റവും കൂടുതൽ അറിയാം അവനവനാണ്. അപ്പൊ ഓലിങ്ങനെ ഇരുന്നിട്ട് പറയും ഇങ്ങനെയൊക്കെ ആണെങ്കിലും നമ്മളെ പഠിച്ചോനെ നമുക്ക് പുറത്തു തന്നല്ലോ എന്ന് പറഞ്ഞ് ഓല് സന്തോഷത്തിൽ ഇങ്ങനെ ഇരിക്കുന്നതാണ്. സൂറത്ത് യാസീനില് സ്വർഗത്തെ കുറിച്ച് പറഞ്ഞൊരു ഭാഗമുണ്ട്. അതുപോലെ പാർക്കും ചെന്ന മാതിരിയാണ്. പാർക്കിലെന്താ? പാർക്കിൽ നിങ്ങളെല്ലാവരും പോയി നോക്കിയിട്ടുണ്ടാവുമല്ലോ. ഇല്ലെങ്കിൽ ഇത് കാണാനായിട്ടൊന്നും പോയി നോക്കണം എല്ലാവരും. പാർക്ക് ചെന്നാൽ എന്താ ഉണ്ടാകുന്ന നിങ്ങൾ ഇനി കണ്ടിട്ടില്ലെങ്കിൽ ഞാൻ പറഞ്ഞുതരാം. സ്വർഗത്തിൽ പാർക്ക് ഇങ്ങനെ ചെന്നാല് കുറെ മരങ്ങൾ, ആ മരത്തിന്റെ ചോട്ട് നല്ല വാർപ്പുകൊണ്ടുണ്ടാക്കിയ കട്ടില്, അയിമങ്ങനെ ഒരാണും ഒരു പെണ്ണും ഒരാണുണ്ടാവുക. ഒരാണൊരു പെണ്ണും ഒക്കെ ജോഡിയായിട്ട് ഇങ്ങനെ കയ്യിൽ ഐസ്ക്രീം കഴിഞ്ഞാൽ പിന്നെ അടുത്തതായി ഓലിങ്ങനെ ഓരോന്ന് ഓർഡർ ചെയ്യും. അപ്പൊ ഓർഡറിനനുസരിച്ചുള്ള സാധനങ്ങൾ ഇങ്ങനെ വരും. അപ്പൊ എന്തൊക്കെയാ പറഞ്ഞു? ഇപ്പോ മരത്തിന്റെ ചോട്, കട്ടില്, ജോഡിയായിട്ടിരിക്കുക, കയ്യിൽ ഐസ്ക്രീം, അത് കഴിഞ്ഞാൽ പിന്നെ ഓർഡറിനനുസരിച്ചുള്ള സാധനങ്ങൾ. ഇനി സൂറത്ത് യാസീൻ. ഹും വഅസ്വാജുഹും ഫീ ളിലാലിൻ അലൽ അറായികി മുത്തഖിഊൻ ലഹും ഫീഹാ ഫാകിഹത്തുൻ വലഹും മാ യദ്ദഊൻ. 5 ആയി. ഹും അവർ വഅസ്വാജുഹും അവരുടെ ഇണകളും ഫീ ളിലാലിൻ മരത്തിന്റെ ചോട്ടില് അലൽ അറായികി കട്ടിലുകളുടെ മേൽ മുത്തഖിഊന ചെരിഞ്ഞിരിക്കുകയാണ്. ലഹും ഫീഹാ ഫാകിഹത്തുൻ അവർക്കതിൽ ഐസ്ക്രീമുണ്ട്. വലഹും മാ യദ്ദഊൻ അത് കഴിഞ്ഞാൽ ഓർഡർ ചെയ്യുന്ന വസ്തുക്കൾ വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. പാർക്കും സ്വർഗവും തമ്മിലുള്ള വ്യത്യാസം എന്താണെന്ന് നിങ്ങള്? പാർക്കിൽ മൂത്രമൊഴിക്കാൻ പുറത്തേക്ക് പോവണം, സ്വർഗത്തിൽ മൂത്രമില്ല. സ്വർഗത്തിൽ മൂത്രമില്ല, സ്വർഗത്തിൽ മലമില്ല, സ്വർഗത്തിൽ മൂത്രമില്ല. സ്വർഗാവകാശിയുടെ വായിൽ ഉമിനീരില്ല, സ്വർഗാവകാശിയുടെ മൂക്കിൽ മൂക്കട്ടയില്ല, സ്വർഗാവകാശിയുടെ കണ്ണിൽ കണ്ണുനീരില്ല, സ്വർഗാവകാശിയുടെ ശരീരത്തിന് വിയർപ്പില്ല. തീരെ വിയർപ്പില്ല എന്ന് പറഞ്ഞുകൂടാ, ഒരു വിയർപ്പുണ്ട്. അതെന്താണെന്നറിയോ? രാവിലെ ഭക്ഷണം കൊണ്ടുവരും, മൂക്കറ്റം തിന്നു, നല്ലോണം തിന്നിട്ട് ഇങ്ങനെ ഇരിക്കുമ്പോ ഒന്നായിട്ട് വിയർക്കും. ആ വിയർപ്പിന് കസ്തൂരിയേക്കാൾ സുഗന്ധം. വിയർക്കണോടുകൂടെ ആ തിന്ന ഭക്ഷണം അവന്റെ ആമാശയത്തിന്റെ ഭാഗമായി മാറി. പിന്നെ അത്രയും കൂടി സ്ഥലത്ത് അടുത്ത സമയത്ത് തിന്നാം. ഔദ്യോഗിക ഭക്ഷണം 2 നേരമാണ്, രാവിലെയും വൈകുന്നേരവുമാണ്. അതിന്റെ ഇടയ്ക്ക് ഒരാൾക്ക് തിന്നണം തോന്നിയാൽ പ്രശ്നമൊന്നുമില്ല, ഓർഡർ ചെയ്താൽ അപ്പോൾ വരും. ഓർഡർ ചെയ്യാതെ 2 നേരം വരും. പിന്നെ വേണമെങ്കിൽ എപ്പോ ഓർഡർ ചെയ്താലും വന്നുകൊണ്ടിരിക്കും. എന്താണോ അവൻ ഇഷ്ടപ്പെട്ടത് ആ ഇഷ്ടപ്പെട്ടത് അങ്ങനെ വന്നുകൊണ്ടിരിക്കും. അങ്ങനെ ആ ഭക്ഷണം കഴിച്ച് സ്വർഗത്തിലെ എല്ലാ സുഖവും അനുഭവിച്ചിട്ട് വെറുക്കപ്പെടുന്ന യാതൊരു കാര്യവും അവിടെ ഇല്ല. എല്ലാ സമയവും അവനും അവന്റെ ഭാര്യയും ചേർന്നിരിക്കുന്നതാണ്. ഒരു സഹാബി വന്നിട്ട് ചോദിച്ചു, നബിയെ സ്വർഗത്തിൽ പാട്ടുണ്ടോ? അതൊരു സംശയമാണല്ലോ, നമുക്ക് തോന്നൂല, കാരണം നമുക്ക് ആഗ്രഹം വന്നിട്ടില്ലല്ലോ, നല്ലപ്പോ സംശയം തോന്നുള്ളൂ. നബിയെ സ്വർഗത്തിൽ പാട്ടുണ്ടോ?
അഫിൽ ജന്നത്തി സമാഉൻ യാ റസൂലല്ലാഹ്, സ്വർഗത്തിൽ പാട്ടുണ്ട് പൊന്നാര നബിയേ. നബി തങ്ങൾ പറഞ്ഞു, സഹാബ, സ്വർഗത്തിൽ പാട്ടുണ്ട്. എല്ലാരും സ്വർഗത്തിലെത്തിയാല് സ്വർഗാവകാശികൾക്ക് ഒരു പാട്ട് കേൾക്കണമെന്ന് താല്പര്യം തോന്നുമ്പോ സ്വർഗത്തിലൊരു പ്രത്യേകമായ കാറ്റുണ്ട്. ആ കാറ്റിനോട് അല്ലാഹു തആല ഒരു പാട്ട് പാടാൻ പറയും. അപ്പോൾ ആ കാറ്റ് സ്വർഗത്തിലെ മുളങ്കാടിലേക്ക് പ്രവേശിക്കുകയും മുളങ്കാട്ടിൽ കടന്നുകൊണ്ടത് പാട്ട് പാടുകയും ചെയ്യുന്നതാണ്. സ്വർഗത്തിൽ മുളയുടെ ഒരു കാടുണ്ടാവും. വലിയ അത്ഭുതം തോന്നിയ ഒരു സംഭവമാണ്. മുള എന്ന് പറയുന്ന വസ്തു ദുനിയാവിൽ വെച്ച് തന്നെ പാട്ടുപാടുന്ന സാധനമാണ്. മുള ദുനിയാവ് തന്നെ പാട്ടുപാടനാണ്. സ്വർഗം നമുക്കിങ്ങനെ ആഗ്രഹമായിട്ട് സ്വർഗത്തിലുള്ള എല്ലാ സാധനത്തോടും താല്പര്യം വരണം. നമുക്കിഷ്ടമുള്ളൊരു സാധനം അങ്ങനെയല്ലോ. ശരിക്കും നമുക്ക് അടിസ്ഥാനപരമായി സ്വർഗത്തിലുള്ള വസ്തുക്കളോട് താല്പര്യമുണ്ട് എന്ന ഒരു അടിസ്ഥാന ഗുണം നമുക്കുണ്ട്. കുട്ടികളോട് നമുക്ക് എല്ലാവർക്കും ഇഷ്ടം. എന്താ കാരണം? കുട്ടികൾ സ്വർഗത്തിലുണ്ട് എന്നുള്ളതാണ്. യതൂഫു അലൈഹിം വിൽദാനുൻ മുഖല്ലദൂൻ ബിഅക്വാബിൻ വഅബാരീഖ വകഅസിൻ മിൻ മഈൻ. യതൂഫു അലൈഹിം വിൽദാനുൻ മുഖല്ലദൂൻ, കാലാകാലമായി സ്വർഗത്തിലേക്ക് വേണ്ടി ഉണ്ടാക്കപ്പെട്ട ചില കുട്ടികൾ അവരെ ഇങ്ങനെ ചുറ്റിപ്പറ്റി നടക്കുന്നതാണ്. ബിഅക്വാബിൻ വഅബാരീഖ, കോപ്പകളും കിണ്ടികളുമായി വെള്ളം കൊടുക്കാൻ വേണ്ടി സ്വർഗത്തിലേക്ക് നിയോഗിക്കപ്പെട്ട കുട്ടികളുണ്ട്. ഖിദ്മത്തിനായി കാണാം അതിൽ ചില കുട്ടികൾ, കാഴ്ചക്ക് കൗതുകമേറും സുന്ദരമുത്തുകൾ. കാണാൻ ഭയങ്കര രസമുള്ള സുന്ദരന്മാരായ കുട്ടികൾ സ്വർഗത്തിൽ വെള്ളവിതരണവുമായി നടക്കും. അള്ളാഹു നമ്മളെ വിക്കായയുടെ പ്രവർത്തകന്മാരെ സ്വർഗത്തിൽ വെള്ളം കൊടുക്കാനുള്ള തൗഫീഖ് കൊടുക്കുന്ന ആയാക്കട്ടെ. കുറേ വിക്കായന്റെ കുട്ടികളുണ്ട് എന്നാ പറഞ്ഞത്. വളരെയധികം സന്തോഷമുണ്ട്. സന്നദ്ധ പ്രവർത്തനം എന്ന് പറയുന്നത് സ്വർഗത്തിലേക്കുള്ള ഏറ്റവും പ്രധാനപ്പെട്ട വഴിയാണ്. അള്ളാഹു കബൂൽ ചെയ്യട്ടെ. സ്വർഗത്തിൽ ഇതുപോലെ സംഗമിക്കാൻ അള്ളാഹു നമുക്കെല്ലാവർക്കും ഭാഗ്യം നൽകട്ടെ. അവിടെയും ഖിദ്മത്തെടുക്കാൻ അള്ളാഹു നമുക്ക് തൗഫീഖ് നൽകട്ടെ. അവിടെയും പ്രസംഗിക്കുകയും അവിടെയും കേൾക്കുകയുമാണ് നമുക്ക് അള്ളാഹു തൗഫീഖ് നൽകട്ടെ. ആഗ്രഹിക്കണമൊക്കെ നടക്കുമല്ലോ. അതുകൊണ്ട് നമുക്ക് എന്തും ആഗ്രഹിക്കാം. സ്വർഗത്തിൽ നമുക്ക് എന്തുവാണെങ്കിലും ആഗ്രഹിക്കാം. ഒരാൾക്ക് അവിടെ കൃഷി നടത്തണം എന്ന് തോന്നുകയാണെങ്കിൽ അതിനുള്ള സൗകര്യം ഉണ്ടാവും. ഒരാൾക്കൊന്ന് ഡ്രൈവ് ചെയ്യണം എന്ന് തോന്നുകയാണ്, എന്നാൽ അതിനുള്ള സൗകര്യം ഉണ്ടാവും. ഒരാൾക്ക് അവിടുത്തെ ബൾബും ട്യൂബൊക്കെ ഒന്ന് നന്നാക്കാൻ തോന്നിയാൽ അതിനുള്ള സൗകര്യം അവിടെ ഉണ്ട്. അപ്പോഴാണ് സ്വർഗ്ഗമാകണത്. അപ്പോഴാണല്ലോ സ്വർഗ്ഗമാകണത്. എല്ലാ നിയമത്തും അള്ളാഹു നൽകിക്കൊണ്ടിരിക്കും. വേറെ പാട്ടുണ്ട് നബിയെ, ഒരു പാട്ട് ഓക്കെ, ഇനി വേറെ പാട്ടുണ്ട് അവിടെ? ഒരാൾ ചോദിച്ചു. സഹാബ, സ്വർഗത്തിൽ വേറെയും പാട്ടുണ്ട്. സ്വർഗത്തിലെ ഹൂറുൽ ഈങ്ങളായ സ്ത്രീകൾക്ക് പാട്ടുണ്ട്. ഹൂറുൽ ഈങ്ങൾക്ക് പാട്ടുണ്ട്. അവരിങ്ങനെ നിരന്നു നിന്ന് പാട്ട് പാടും. കൈമുട്ടുവാൻ ചില ദാസികൾ വരവുണ്ട്, കടക്കണ്ണു കൊണ്ടൊരു നോട്ടവും ചിരിയുണ്ട്. ഒരു നോട്ടം ഇങ്ങനെ കണ്ടാൽ തന്നെ പോരെ. ഹൂറുൽ എന്ന് പറഞ്ഞത് പുരുഷനാണ് ലഭിക്കുന്നതെങ്കിലും അതിന്റെ സുഖസൗകര്യങ്ങൾ സ്ത്രീക്കുള്ളതാണ്. അതായത് സ്വർഗത്തിന്റെ ഒരു ക്രമം അനുസരിച്ച് ഒരു പെണ്ണിന്റെ ഭർത്താവിനുണ്ടാകുന്ന എല്ലാ നേട്ടങ്ങളെയും അവൾ ആസ്വദിക്കുന്നതാണ്. ഭർത്താവിന് എന്ത് നേട്ടമുണ്ടായാലും സ്വർഗത്തിൽ അവന്റെ ഭാര്യ അത് ആസ്വദിക്കും. അപ്പൊ ഭർത്താവിന് 1000 ഹൂറുലിങ്ങളായ പെണ്ണുങ്ങളുണ്ട് എന്ന് പറഞ്ഞാൽ അത് ശരിക്കും ഓനേക്കാൾ ആസ്വദിക്കാരാണ് ഓന്റെ ഭാര്യ. സാധാരണ ഒരു മനുഷ്യന് സ്വർഗത്തിൽ 1000 പുരുഷന്മാരുടെ ശക്തി ഉണ്ടാകുമെന്നാണ്. ആ 1000 പുരുഷ ശക്തിയും അവന്റെ ഭാര്യക്കുള്ളതു തന്നെയാണ്. സ്വർഗത്തിൽ രണ്ടാമത്തെ പാട്ട് ഹൂറുൽ ഈങ്ങൾ പാടുന്ന പാട്ടാണ്. നബിയെ, ഇന്ന് സ്വർഗത്തിൽ പാട്ടുണ്ടോ? അടുത്ത പാട്ട് ഉണ്ട്. എന്താ അടുത്ത പാട്ട്? അടുത്ത പാട്ട് എല്ലാവരും സ്വർഗത്തിലെത്തിയോ? അതിലടച്ചാല് പാട്ട് കേൾക്കണമെന്ന് ചോദിക്കും. ആ കേൾക്കണം.
അപ്പോ മലക്കുകളോട് പ്രകാശത്തിന്റെ ഒരു മിമ്പർ കൊണ്ടുവരാൻ വേണ്ടി പറയും. അങ്ങനെ മലക്കുകൾ പ്രകാശത്തിന്റെ ഒരു മിമ്പർ കൊടുത്തിട്ട് വെക്കും. ദാവൂദ് നബി അലൈഹിസ്സലാമിനെ വിളിക്കും. ദാവൂദ് നബി അലൈഹിസ്സലാം ആ മിമ്പറിൽ കയറിയിട്ട് അർറഹ്മാനു അല്ലമൽ ഖുർആൻ ഖലഖൽ ഇൻസാന അല്ലമഹുൽ ബയാൻ അശ്ശംസു വൽ ഖമറു ബിഹുസ്ബാൻ വന്നജ്മു വശജറു യസ്ജുദാൻ. ശബ്ദം എന്ന മുഅ്ജിസത്ത് അല്ലാഹു തആല കൊടുത്ത നബിയാണ് സയ്യിദുനാ ദാവൂദ് അലൈഹിസ്സലാം. ഓരോ കാലഘട്ടത്തിനും അനുയോജ്യമായ മുഅ്ജിസത്താണ് അല്ലാഹു തആല കൊടുത്തത്. മൂസാ നബി അലൈഹി ഇസ്ലാമിന്റെ കാലത്ത് സിഹിർ പണിക്കാർ കൂടുതലായിരുന്നു. അതുകൊണ്ട് അതിനെ മറികടക്കുന്ന ഒരു വടി കൊടുത്തു അദ്ദേഹത്തിന്, പാമ്പാകണ വടി. അങ്ങനെ കൊടുത്തു. സുലൈമാൻ നബി അലൈഹി ഇസ്ലാമിന്റെ കാലഘട്ടത്തിൽ ജിന്നുകളെ അവർക്ക് കീഴ്പ്പെടുത്തി കൊടുത്തു. വാഹനമായി കാറ്റിനെ കൊടുത്തു. നബിതങ്ങളുടെ കാലഘട്ടം സാഹിത്യകാരന്മാർ അധികരിച്ച കാലമായിരുന്നു. എല്ലാ സാഹിത്യ സൃഷ്ടികളെയും വെല്ലുന്ന ഖുർആൻ എന്ന സാഹിത്യ ഗ്രന്ഥം നബിതങ്ങൾക്ക് അല്ലാഹു മുഅ്ജിസത്തായി കൊടുത്തു. ദാവൂദ് നബിയുടെ കാലത്താണ് ശൈത്താൻ മിസ്മാറുകൾ എന്ന വാദ്യോപകരണങ്ങൾ കൊണ്ടുവന്നത്. അതുകൊണ്ട് എല്ലാ വാദ്യോപകരണങ്ങളെയും മറികടക്കുന്ന ശബ്ദം അല്ലാഹു തആല ദാവൂദ് നബി അലൈഹി ഇസ്ലാമിന് കൊടുത്തു. ദാവൂദ് നബി ഇങ്ങനെ അങ്ങോട്ട് വേദം വായിക്കാൻ തുടങ്ങിയാൽ പറന്നുകൊണ്ടിരിക്കുന്ന പക്ഷികൾ നിൽക്കുമായിരുന്നെന്നാണ്. മൂപ്പര് ശബ്ദം നിർത്തിയാലേ ബാക്കി പറക്കുള്ളൂ. അത്രയും വലിയ ശബ്ദത്തിന്റെ ഉടമയാണ് ദാവൂദ് നബി അലൈഹിസ്സലാം. മഹാനവറുകൾ വരും, ആ മിമ്പർമക്കാരിച്ച് അർറഹ്മാനു അല്ലമൽ ഖുർആൻ എന്ന് വളരെ മധുരമായി ഓതുന്ന സമയത്ത് അത് കേട്ട് സ്വർഗമാകെ ഇളകി മറിയുന്നതാണെന്ന് ത്വാഹ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിച്ചു. സ്വർഗാകെ അത് കേട്ടിട്ടിങ്ങനെ സ്വർഗാവകാശികളുടെ വസ്ത്രത്തെക്കുറിച്ച് ഖുർആനിലുണ്ട്. സ്വർഗാവകാശികളുടെ വസ്ത്രം എല്ലാവർക്കും നല്ല മിനുസമുള്ള ഒരു വസ്ത്രം കൊടുത്തിട്ട് അതിന്റെ മേലെ നല്ല ഉരമുള്ള ഒരു കോട്ട് നൽകും എന്നതാണ് സ്വർഗാവകാശികളുടെ വസ്ത്രത്തിന്റെ പ്രത്യേകത. നബിയെ, സ്വർഗത്തിലെ തുണിങ്കുപ്പായും അല്ലാഹു തആല ആദ്യം തന്നെ വസ്ത്രമായി പടക്കണതാണോ അതല്ല അത് തുണിയോണ്ട് അവിടെ ഒരു ടൈലർ ഉണ്ടാക്കുന്നതാണോ എന്ന് ചോദിച്ചു ഒരാള്. സഹാബാക്കളുടെ സംശയം അങ്ങനെയൊക്കെയാണ്. ഓല് ചോദിച്ചു, നബിയെ, സ്വർഗത്തിലെ വസ്ത്രം ആദ്യം തന്നെ അവിടെ വസ്ത്രമായിട്ട് അല്ലാഹു തആല പടച്ചതാണോ അതോ ആദ്യം തുണി ഉണ്ടാക്കിയിട്ട് പിന്നെ ഒരു തുന്നൽക്കാരെ ഇരുന്നിട്ട് ഉണ്ടാക്കുന്നതാണോ എന്ന് ചോദിച്ചപ്പോ മറുപടി എന്താണെന്ന് നിങ്ങള്, സ്വർഗത്തിലെ വസ്ത്രം ഒരു മരത്തിന്മേൽ കായ്ക്കുന്നതാണെന്ന് ത്വാഹ നബി. സ്വർഗത്തിൽ വീടുണ്ട്, ആ വീടിന്റെ നടുക്കൊരു മരം ഉണ്ടാവുന്ന. സ്വർഗത്തിൽ വീടുകളുണ്ട്. സ്വർഗത്തിലെ വീടുകൾ ഉള്ളു പൊള്ളയായ ഒറ്റമുത്തിനാൽ ഉണ്ടാക്കപ്പെട്ടതാണ്. ഉള്ളു പൊള്ളയായ ഒറ്റമുത്തിനാൽ ഉണ്ടാക്കപ്പെട്ടതാണ്. ഉള്ളു പൊള്ളയായ കട്ടകൾ ആധുനിക കാലഘട്ടത്തിൽ കണ്ടെത്തിയതാണെങ്കിൽ ഉള്ളിക്കാലിയായ ഒറ്റക്കട്ട കൊണ്ടുണ്ടാക്കിയതാണ് സ്വർഗത്തിലെ വീടുകളെന്ന് പുണ്യനബി നേരത്തെ പറഞ്ഞിട്ടുണ്ട്. 4 വീടുകൾ ചേർന്ന ഒറ്റ വീടായിരിക്കുമെന്ന് ത്വാഹ നബി. സ്വർഗത്തിലെ വീട് 4 പേരെ ചേർന്ന ഒറ്റ വീടാണ്. ഇപ്പൊ നമ്മൾ ആധുനിക കാലഘട്ടത്തിൽ ജ്യേഷ്ഠനും അഞ്ചനും രണ്ടാം കൂടി ഒരു പേരെ കയറ്റാൻ തുടങ്ങിയിട്ടുണ്ട്. പക്ഷെ ഒരു വ്യത്യാസമുണ്ട്. ഇവിടെ 2 പേരെ ഒരുമിച്ച് കയറ്റിയാൽ ഒന്ന് ജ്യേഷ്ഠന്റേതാണ്, ഒന്ന് അഞ്ചന്റേതാണ്. സ്വർഗത്തിൽ 4 പേരെ ഒരുമിച്ചാണ്. 4 ആര് തന്നെയാണ്? ജ്യേഷ്ഠന്റെ തന്നെയാണ്, അല്ലെങ്കിൽ അഞ്ചന്റെ തന്നെയാണ്. 4 ഒരാളതാണ്. അതിന്റെ നടുക്കൊരു മരം ഉണ്ടാവും. ആ മരത്തുമ്മയാണ് സ്വർഗാവകാശികൾക്കുള്ള വസ്ത്രം കായ്ക്കുന്നതെന്ന് പുണ്യനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിച്ചിരിക്കുന്നു. അങ്ങനെ ഓരോന്നാലോചിച്ചാലും നിഅമത്ത് മാത്രം, നിഅമത്തുകളെ കൊണ്ട് മനുഷ്യനങ്ങോട്ട് മൂടും. ആഗ്രഹിക്കുന്നതെല്ലാം നൽകി കാറ്റിനെ
അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹുവിനെ ഒരാൾ കണ്ടപ്പോ ചോദിച്ചു, അബൂ ഹുറൈറ തങ്ങളെ, എനിക്ക് വേണ്ടി നിങ്ങളൊന്ന് ദുആ ചെയ്യണം. അപ്പൊ അബൂ ഹുറൈറ പറഞ്ഞു, സ്വർഗത്തിലെ അങ്ങാടിയിൽ അള്ളാഹു നമ്മളെ ഒരുമിച്ച് കൂട്ടിത്തരട്ടെ എന്ന് പറഞ്ഞു. അള്ളാഹു നമ്മളെ ഒരുമിച്ച് കൂട്ടിത്തരട്ടെ. അപ്പൊ അയാൾ ചോദിച്ചു, സ്വർഗത്തിൽ ഒരുപാട് സാധനം ഉണ്ട് എന്ന് പറഞ്ഞു, ഇനി അവിടെ പോരാത്തത് അങ്ങാടി ഉണ്ടോന്ന് ചോദിച്ചു അബൂ ഹുറൈറയോട്. അപ്പൊ അബൂ ഹുറൈറ പറഞ്ഞു, അള്ളാഹുവിന്റെ റസൂല് പറയണത് ഞാൻ കേട്ടിട്ടുണ്ട്, സ്വർഗത്തിൽ ഒരു അങ്ങാടിയുണ്ട്, ആ അങ്ങാടിയിൽ ഒന്നും വിൽക്കാനില്ല, ഒന്നും വാങ്ങാനില്ല, അവിടെ സ്ത്രീകളാരും വരികയും ഇല്ല എന്ന് പുണ്യനബി പറഞ്ഞു. ഒന്നും വിൽക്കൂല, ഒന്നും വാങ്ങൂല, പെണ്ണുങ്ങൾ വരൂല. പിന്നെന്താ അവിടെ ഉള്ളത്? എന്താ അവിടെ ഉള്ളത്? അവിടെ ഉള്ളത് ഒരാൾ ചെന്നിട്ട് ഇങ്ങനെ നോക്കും. അങ്ങനെ നോക്കുമ്പോ നമ്മൾ അബ്ദുൽ ഗഫൂർ അല്ലേ ആ നിൽക്കണത്? അതന്നെ അബ്ദുൽ ഗഫൂർ തന്നെ. ഓന്റെ മേത്തെന്താ നല്ലൊരു കള്ളിക്കുപ്പായ, ഒരു കോട്ടൊക്കെ കൂടി, അങ്ങനത്തെ ഇരിക്കില്ലല്ലോ എന്നിങ്ങോട്ട് തോന്നിങ്ങോട്ട് മുഴുവനാവൂല. അപ്പോത്തിന് ആ കടക്കണോ ഓന്റെ മേത്തൊരു കോട്ട്. അതിനാ പോണത്. വേറെ ആർക്കേലും എന്തേലും കിട്ടിക്കണോ നോക്കാൻ പോവുക. ഓനേതായാലും ഓർമ്മ ഉള്ളതും അതിന്റെ പുറമെ അള്ളാഹു തആല പറഞ്ഞു കൊടുക്കുന്നതൊക്കെ കഴിഞ്ഞു. പറയാനായ കയ്യല്ലോ, ഇനി വേറെ എനിക്ക് കിട്ടാത്ത ആർക്കേലും എന്തെങ്കിലും കിട്ടിയിട്ടുണ്ടോ അതും കൂടി വേണം. അതിന് അങ്ങാടി പോവുക. കോട്ട് മാത്രമല്ല കേട്ടോ, ഒരുപാട് സാധനം കിട്ടും. ഒരാൾക്ക് 1000 പുരുഷന്റെ ശക്തിയാണല്ലോ. ഓന്റെ പെണ്ണുങ്ങൾക്ക് ഇങ്ങനെ തോന്നി 1000 കൊണ്ട് ഒന്നും ആവിടില്ല. എന്നാ ചന്തക്കൊന്ന് പോയാ 2000 പോരാ അല്ല. അസ്സലാമു അലൈക്കും സലാം പറഞ്ഞിട്ട് മൈദീൻകുട്ടിയുടെ കൈ പിടിച്ചു നോക്കുമ്പോ എന്തോ ഒരു മുടുക്ക കയ്യിനും തോന്നി. അപ്പൊ അതാ ഓന്റെ കയ്യിന് അതേമാതിരത്തെ ശക്തി. അതിന് എല്ലാ ആഴ്ചയിലും ഒരു തവണ സ്വർഗാവകാശി അങ്ങാടിയിൽ പോകുന്നതാണെന്ന് അള്ളാന്റെ റസൂല് പറയുന്നത് ഞാൻ കേട്ടു എന്ന് സയ്യിദുനാ അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു. അങ്ങനെ അള്ളാഹു തആല അങ്ങനെ കൊടുത്ത് ദുനിയാവെന്ന് ആഗ്രഹിച്ച് മറന്നതും ഒക്കെ കൊടുക്കും. അപ്പോ അല്ലാഹു തആല ഓരോന്നിങ്ങനെ ഓർമ്മപ്പെടുത്തിയിട്ട് ഒക്കെ ഇങ്ങനെ കൊടുത്തു അവസാനം ദുനിയാവെന്ന് പണ്ട് ആഗ്രഹിച്ച് മറന്നതൊക്കെ കൊടുക്കും. അങ്ങനെ അവസാനം അള്ളാഹു ചോദിക്കും, അല്ല മനുഷ്യന്മാരെ നിങ്ങൾക്ക് എന്തേലും വേണം? മനുഷ്യൻ പറയും, മനുഷ്യൻ എന്ന് പറഞ്ഞാൽ നമ്മൾ തന്നെ കേട്ടോ. നിങ്ങളെന്താ ശ്രദ്ധിക്കാത്ത? ഈ മനുഷ്യൻ എന്നുള്ളത് ആരെന്നെയാണ്? നമ്മളെല്ലാവരും സ്വർഗത്ത് തന്നെയാണ്. അള്ളാഹു അങ്ങനെ ആക്കി തരട്ടെ. അപ്പൊ അവസാനം നമ്മൾ പറയും, പടച്ചോനെ ഇനി ഞങ്ങൾക്ക് ഒന്നും വേണ്ട, എല്ലാം ആയിട്ടുണ്ട്. അപ്പൊ അള്ള ചോദിക്കും, അല്ല ചെങ്ങായിമാരെ നിങ്ങൾക്ക് ഇന്നൊന്ന് കാണണ്ടേ? അല്ലാ അന്നെ കാണണം, അതിനല്ലേ ഇപ്പൊ ഈ കണ്ട ഇടങ്ങേറൊക്കെ ആയത്, നിന്നെ കാണണമല്ലോ എന്ന് പറയും. അങ്ങനെ മനുഷ്യൻ സ്വർഗത്തിലെ അവസാനത്തെ നിയമത്തായി അള്ളാഹുവിനെ കാണണം. കണ്ണുകൊണ്ടല്ല, പിന്നെ ശരീരം മുഴുവനും കൊണ്ട് ഒരാൾ അനുഭവിക്കും. ആ അനുഭവത്തിന്റെ ചെറിയ ഒരു രീതി ദുനിയാവിൽ നമ്മൾ അനുഭവിക്കുന്നത് ജിമാഇന്റെ പരിസമാപ്തിയിലാണ്. ജിമാഇന്റെ പരിസമാപ്തിയിൽ ഒരാൾ അനുഭവിക്കുന്ന സുഖം നിരന്തരം അനുഭവിക്കലാണ് അള്ളാഹുവിനെ കാണല്. അതാണ് അള്ളാഹുവിന്റെ ലിഖാഇന്റെ അതാണ് ജന്നാത്തുൽ ഫിർദൗസിലെ ഒറിജിനൽ സുഖം എന്ന് പറഞ്ഞത്. തീറ്റൊക്കെ ചെന്നേക്കിനുള്ള പരിപാടിയാ. അത് കുറച്ചങ്ങ് കഴിഞ്ഞാൽ പിന്നെ അത് കഴിയും. പിന്നെ ആർക്കാ തിന്നാൻ വേണ്ടത്? തീറ്റ ഉണ്ട്, പക്ഷെ അത് ചെന്നേക്കിനുള്ള പരിപാടിയാണ്. കുറെ അത് കഴിഞ്ഞാൽ അതൊക്കെ പോകും. അള്ളാഹുവിനത് കണ്ടിട്ട് ആ രസത്തിലങ്ങനെ പോകും മനുഷ്യൻ. ആ സുഖത്തിലങ്ങനെ കഴിഞ്ഞ് കാലാകാലം സ്വർഗത്തിലങ്ങനെ കഴിഞ്ഞുവിടും. റബ്ബ് നമുക്ക് തൗഫീഖ് നൽകണം. അതിന് തൗഫീഖ് നൽകട്ടെ. അതിന് നമ്മുടെ ആഗ്രഹം അതിശക്തമായിരിക്കണം. സ്വർഗത്തിനുള്ള ആഗ്രഹം അതിശക്തമായിരിക്കണം. ചെറിയ ചെറിയ യോഗ്യത മതി സ്വർഗത്തിൽ പോവാൻ. ഞാൻ പറഞ്ഞല്ലോ, ഒന്ന് അള്ളാഹുവിനെ ആലോചിച്ചുകൊണ്ട് കരയാൻ പറ്റിയാൽ മതി.
ففاضت بي عيناه خوفا نكالي. ഒഴിഞ്ഞിരിക്കുമ്പോ അള്ളാഹുവിനെ ആലോചിച്ചുകൊണ്ടൊന്ന് കരയാൻ നമുക്ക് പറ്റിയാൽ, ഒരിച്ച് രണ്ടിച്ച് കണ്ണുനീര് കണ്ണിൽ നിന്നൊലിപ്പിക്കാൻ നമുക്ക് കഴിഞ്ഞാൽ, അള്ളാഹുവിനെ കുറിച്ച് പറയുമ്പോ ഈമാൻ കൊണ്ട് വജിലത്ത് ഖുലൂബുഹും വഇദാ തുലിയത് അലൈഹിം ആയാതു സാദതുഹും ഈമാന എന്ന അവസ്ഥയിലേക്ക് എത്താൻ നമുക്ക് കഴിഞ്ഞാൽ, ഉമ്മയെ തൃപ്തിപ്പെടുത്താൻ നമുക്ക് കഴിഞ്ഞാൽ, ഭാര്യയുടെ സന്തോഷം വാങ്ങാൻ കഴിഞ്ഞാൽ, ഭർത്താവിന്റെ തൃപ്തി വാങ്ങാൻ കഴിഞ്ഞാൽ, അയൽവാസികളോട് നല്ല നിലയിൽ സഹവസിച്ചാൽ, നാട്ടുകാർ നമ്മളെക്കുറിച്ച് നല്ല അഭിപ്രായം പറഞ്ഞാൽ, അള്ളാഹു അവന് വേണ്ടി സ്വർഗം കാത്തുവച്ചിരിക്കുന്നു. അത് വാങ്ങാൻ നമുക്ക് നിരന്തരമായി ആ സ്വർഗത്തിന്റെ നിയമത്തിൽ അവനങ്ങനെ പോകാം. മണിയില്ല റബ്ബേ വാങ്ങുവാനാ വീട്, പൊതിയുണ്ട് വല്ലാതെപ്പോഴും അതിനോട്. പറഞ്ഞ പൈസ മതി വാങ്ങാന്, പക്ഷെ ആ സാധനം കൊണ്ടുപോകാൻ പറ്റണം. കൊണ്ടുപോകാൻ പറ്റുന്ന പൈസ നമ്മളെടുത്തുണ്ടാകണം. എല്ലാതും കൊണ്ടുപോകാൻ പറ്റില്ല. യൗമ ലാ യൻഫഉ മാലും വലാ ബനൂൻ ഇല്ലാ മൻ അത്തല്ലാഹ ബിഖൽബിൻ സലീം എന്ന് നമ്മുടെ വാപ്പയായ സയ്യിദുനാ ഇബ്രാഹിം. റബ്ബി ലാ തുഖ്സിനി ഹീന യുബ്അസൂൻ, ഖിയാമത്ത് നാളിൽ പടച്ചോനെ എന്നെ നീ ടെൻഷനിലാക്കല്ലേ. യൗമ ലാ തൻഫഉ മാലും വലാ ബനൂൻ, മക്കളും മുതലും ഉപകാരം ചെയ്യാത്ത ദിവസമാകുന്നു അത്. ഇല്ലാ മൻ അത്തല്ലാഹ ബിഖൽബിൻ സലീം, പടച്ചോനെ എനിക്ക് ഇജ്ജ് മാത്രല്ലേ ഉള്ളൂ എന്ന് ഒരാളുടെ ഖൽബ് പറയുന്നു എങ്കിൽ അവന്റെ മുതൽ അവൻ ഉപകാരപ്പെടും, അവന്റെ മക്കൾ അവൻ ഉപകാരപ്പെടും. അതാണ് സ്വർഗം വാങ്ങാനുള്ള പൈസ. അതിമ്മർക്ക് വേണം. മണിയില്ല റബ്ബേ വാങ്ങുവാനാ വീട്, കൊതിയുണ്ട് വല്ലാതെപ്പോഴും അതിനോട്. അതിലേക്ക് നീ ഒരു പാസിതാനാനേ, അത് നിന്റെ പക്കൽ മാത്രമാതിയാനേ. അതിലേക്ക് നീ ഒരു പാസിതാനാനേ, അത് നിന്റെ പക്കൽ മാത്രമാതിയാനേ. സൗജന്യമായി നീ ഇത് കബൂൽ ചെയ്യണമേ, ഇത് സാലിഹാത്തിൽ ചേർക്കണമേ. ഗുണം ചെയ്യണേ നബിക്കെപ്പോഴും നീ കോനെ, അസ്ഹാബിനും പിന്നാലിനും റഹ്മാനേ. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. ജന്നാത്തുൽ ഫിർദൗസിൽ അല്ലാഹു നമ്മളെ ഒരുമിച്ച് കൂട്ടി തരട്ടെ. ആമീൻ ബിറഹ്മതിക യാ അർഹമർ റഹീം. എന്താ പറയാ? ഇൻഷാ അല്ലാഹ് നമ്മള്